എല്ലായിടത്തും ക്യാമറ കാരണം ഞാൻ മലയാളത്തിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല ആരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇതേപോലെ ഇംഗ്ലീഷിൽ കാണുന്നു. ഗുജറാത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം മുമ്പ് ഡിസ്കസ് ചെയ്തു. അപ്പം ഞാൻ ജൂൺ 4, 5, 6, 7 തീയതികളിൽ അവിടെയാണ്. ഇതിലുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു വർക്ക്ഷോപ്പ് വെസ്റ്റ് ബംഗാളിൽ എൻഡ് ഓഫ് ദിസ് മന്തിലേക്ക് നിങ്ങളെപ്പോഴും കവറാവില്ല. കം ഔട്ട് ഓഫ് ദ റേഞ്ച്. അപ്പോൾ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഏജ് 3 to grade 3 കുട്ടികൾക്ക് സിലബസ് പാടില്ല. അതാണ് ന്യൂ എഡ്യൂക്കേഷൻ പറയുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ CBSE കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. CBSEന്റെ ഫുൾ ഫോം എന്നാ? സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഏത് ക്ലാസ്സിലാണ് തുടങ്ങുന്നത്? ഒമ്പതാം ക്ലാസ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് 9ാം ക്ലാസ്. CBSEയിൽ രജിസ്റ്റർ ആകുന്നത് കുട്ടികൾ 9ാം ക്ലാസ്. 8ാം ക്ലാസ് വരെ ഏത് കുട്ടിക്കും പ്രായമുള്ളൊരു കുട്ടിക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് 6ാം ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കാം. ഓരോരുത്തരും TC പഠിക്കുന്നത് അല്ലേ? അപ്പൊ എനിക്ക് 4ാം ക്ലാസ് വരെ ഇവിടെ ഒരു ക്ലാസ് നടത്തിയാൽ 4ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ സർട്ടിഫൈ ഒന്നും വേണ്ട, ഇവർ 4ാം ക്ലാസ് പാസ്സായി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ വളരെ ഇൻഫോർമലായിട്ട് ഓരോരാളുടെ ഇതേപോലെ ഫെസിലിറ്റികൾ. ഇപ്പൊ ശാന്തേച്ചിന്റെ വീട്ടിൻ്റെ അടുത്ത് തൊട്ടുണ്ട്, അവിടെ ഒരു 10 കുട്ടികളെ ശാന്തേച്ചിക്ക് 2 മണിക്കൂർ പഠിപ്പിക്കാൻ പറ്റില്ല, അവിടെ പഠിക്കും. അങ്ങനെ കുറേ സ്ഥലത്ത് പാട്ടും ക്രാഫ്റ്റും. അപ്പൊ എന്ത് പഠിപ്പിച്ചാലാണ് ഇവർക്ക് മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, ലാംഗ്വേജ് സ്കിൽ, സോഷ്യൽ സ്കിൽ ഇതൊക്കെ ഉണ്ടാവുക എന്നുള്ളതിന്റെ A to Z ഓഫ് ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ എന്ന് ഞാൻ ബുക്ക് എഴുതി. ഒരു ബുക്കല്ല, 4 ബുക്ക്. ഓക്കെ. ആ ഓരോ ചാപ്റ്ററിന്റെയും ഹെഡ് ടൈറ്റിൽ തന്നെ A മുതൽ തുടങ്ങുന്നതാണ്. ഇത് ഫുൾ അതിന്റെ ബുക്കുകളാണ്. ഇതിന്റെ കൺസെപ്റ്റിന്റെ പേര് ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം, GCCSG. ഇത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ എൻ്റെ പേരെ കാണും, ഗൂഗിളിൽ നോക്കിയാലും എൻ്റെ പേരെ കാണും. കാരണം ഇത് കണ്ടുപിടിച്ചതും തുടങ്ങിയതും ഞാനാണ്. ഓക്കെ. പക്ഷെ ഇതിപ്പോ ഇന്ന് തുടങ്ങിയതല്ല, ഇത് തുടങ്ങിയത് 2005-ലാണ്. ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരുന്നതിന് മുമ്പ് ഇങ്ങനെ സ്കൂൾ വേണമെന്ന് പറഞ്ഞ് തൃശ്ശൂരിനും ഗുരുവായൂരിനും ഇടയിൽ എടപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു TTC കഴിഞ്ഞൊരു സ്ത്രീ വന്ന സമയത്ത് എൻ്റെ കൺസെപ്റ്റ് സ്കൂൾ നടത്താൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. നമ്മൾ ഒരു പണിയുമില്ലാണ്ട് വെറുതെ ഇരിക്കുന്നു. സ്കൂൾ നടത്താൻ തയ്യാറാണോ എന്ന് പറഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് എൻ്റെ ഫ്രണ്ടാണ് ദുബായ്. ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എത്ര പൈസ ചിലവാക്കും വൈഫിൻ്റെ സ്കൂൾ തുടങ്ങും? അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ 5 ലക്ഷം റുപ്യ അയച്ചത്. ഞാൻ എനിക്ക് അയക്കേണ്ട ലിജു എന്ന് പറഞ്ഞ ഒരാൾ. അയാൾ കമ്പ്യൂട്ടറൈസേഷനാണ് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും ചെയ്തത്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അവനെ പണ്ടേ ഞാൻ ലിജുവിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത് ലിജുവിനെ ഞാൻ കോൺട്രാക്ട് കൊടുത്തിട്ട് സ്കൂൾ ഹൈടെക് സ്കൂളാണ്. ഇതേപോലൊരു വീട് കംപ്ലീറ്റ് മാറ്റി പ്രൊജക്ട് റൂം എല്ലാം അങ്ങനെ കൺസെപ്റ്റിൽ തുടങ്ങിയൊരു സ്കൂളാണ് ശരിക്കും ഗ്രാൻഡ്മാ ചൈൽഡ്. പക്ഷെ അന്ന് ഇതായിരുന്നില്ല പേര്, ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ സ്കൂൾ എന്ന് മാത്രമല്ല. ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം പിന്നെ ചേർന്നു. ശിക്ഷയാണ് എൻ്റെ ട്രസ്റ്റ്. അപ്പോൾ അത് അതിനകത്ത് ആഡ് ചെയ്ത് പിന്നെ അത് ശരിക്കും ഫീഡർ സ്കൂളായിട്ട് ഇപ്പൊ കാസർഗോഡ് ദ ഗാർഡിയൻ അക്കാഡമി എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പൊ അതിന്റെ സിമ്പലാണ് എൻ്റെ ഈ എല്ലാത്തിലും ഞാൻ TGC എന്ന് കാണും, ദ ഗാർഡിയൻ അക്കാഡമി എന്നാണ്. അവരുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു ഞാൻ. സ്കൂളിന്റെ കംപ്ലീറ്റ് പ്ലാൻ 40 കോടിയുടെ ബഡ്ജറ്റായിരുന്നു. സ്ഥലം മേടിക്കുന്നതടക്കം ഞാനാ ചെയ്തത്, ബിൽഡിംഗ് പ്ലാൻ ഞാനാ ചെയ്തത്. അതിൽ ഫീഡർ സ്കൂൾ തുടങ്ങുന്ന ഒരു കൺസെപ്റ്റ് അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് മാറി, എല്ലാം നിർത്തി, പരിപാടിയൊക്കെ നിർത്തി. ഇപ്പോൾ ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫൗണ്ടേഷൻ ഓഫ് ടീച്ചേഴ്സ്, അവരതിൽ പബ്ലിഷ് ചെയ്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫൗണ്ടേഷൻ ടീച്ചേഴ്സ്, പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളിൻ്റെ ഫൗണ്ടേഷൻ്റെ റിസർച്ച് ഡയറക്ടറാണ് ഞാൻ. ഇതിൻ്റെ ചെയർമാൻ മസൂദ എന്ന് പറഞ്ഞ വെസ്റ്റ് ബംഗാളിലെ സ്ത്രീ. അപ്പോൾ അവരുടെ അടുത്തും ഞാൻ
കുറേ പ്രാവശ്യം പോയി. ഇപ്പം ഡൽഹിയിൽ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, പല സ്ഥലത്തും മീറ്റിങ്ങുകൾ നടത്തി. അവർക്ക് ഒരു ഇന്റർനാഷണൽ സെമിനാറിൽ ഞാൻ പബ്ലിഷ് ചെയ്ത ബുക്കാണ് ഇത്. MNOPQRS ആണ്. ഇത് T മുതൽ Z വരെ. അതുപോലെ ഇതാണ് A മുതൽ. ഇതിൻ്റെയൊക്കെ തുടക്കം അങ്ങനെയാണ്: എംബീഷ്യസ്, ബിഗിനിങ്, ചൈൽഡ്സ് ഡ്രീം, ABCD, എഡ്യൂക്കേഷൻ, ഫ്യൂച്ചറിസ്റ്റിക് F, ഗൈഡ് G. ഇതിനകത്തെ ഹെഡിങ്ങുകളും ടൈറ്റിൽ നോക്കിയാൽ ABCD എന്നാണ് ചാപ്റ്ററിന്റെ ഹെഡിങ് ആണ്. അപ്പൊ G15 വരെ. ഇതെല്ലാം കൂടി ഒരു 500 പേജിന്റെ ബുക്കുണ്ട്. 200 പേജ് 200 പേജ് 200 പേജ് ബുക്കുണ്ട്. അപ്പൊ ഇത് ABCD, EFGH, IJK, LMNOP. ഇതാണ് HIJK, LMNOP. ഇതായാൽ A to Z ആയി. ഈ 4 ബുക്സ് ആണ് ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക് ബുക്കാണ്. മാനുവൽ എന്നൊന്നും പറയില്ല, വർക്ക് ബുക്കാണ്. ഇത് പഠിച്ചിട്ട് ഇതിപ്പോ എനിക്ക് വായിക്കാൻ ഞാൻ എഴുതിയോണ്ട് എനിക്ക് ഇല്ലാണ്ട് പഠിപ്പിക്കാം. ഇത് ഒരാഴ്ച കൊണ്ട് എനിക്ക് ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ പറ്റും. ഇതെന്തിനാ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഗവൺമെന്റിലൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കൊടുത്തിട്ടാണ് നമ്മൾ പല ഗവൺമെന്റിലും ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. അതിനുവേണ്ടി മാത്രം കുറച്ച് പ്രിന്റ് ചെയ്ത് അതിലൊരു കോപ്പി ഉണ്ടല്ലോ. ഹൈദരാബാദിൽ പോലും എനിക്ക് കോപ്പിയില്ല, ബാക്കി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ എൻ്റെ PDF അയച്ചു കൊടുക്കും. അവരോട് 20 കോപ്പി പ്രിന്റ് ചെയ്യാൻ പറയും. അവിടെയുള്ള ടീച്ചേഴ്സിന് കൊടുക്കും. അങ്ങനെയാണ് ട്രെയിനിങ്. ഇത് ബിഫോർ പ്രഗ്നൻസി സമയത്ത് എന്തൊക്കെ കെയർ വേണം, കാരണം ഇത് ഏർലി ചൈൽഡ് കെയർ, അതിന് മുമ്പ് എന്തൊക്കെ കെയർ വേണം. അതുകൊണ്ടാണ് ഇതിന് പാരന്റിങ് വിത്ത് ആയുർവേദ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. ഇത് എങ്ങനെയൊക്കെ എന്തൊക്കെ കെയർ ചെയ്യണം. ഇത് ജനറൽ ലേണിംഗ് ഫ്രം ഏജ് 3 to grade 7, അവരുടെ മെന്റൽ സ്ട്രെങ്ത്തിനെ കുറിച്ചുള്ള. ഇതിപ്പോ രണ്ടാമതും റീപബ്ലിഷ് ചെയ്തു. മെന്റൽ കെയർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിന്റെ ഒരു വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് കൽക്കട്ട. ഇത് ഏജ് 3 മുതൽ grade 7 വരെ മെന്റൽ കെയർ എന്ന് വെച്ചാൽ ടീച്ചേഴ്സിനും പാരന്റ്സിനും എങ്ങനെ അവരെ കെയർ ചെയ്യാൻ പറ്റും. ഇതേ ബുക്ക് ഞാൻ അന്ന് കൊടുത്ത സമയത്ത് ഇതാണ് അവർ പ്രിന്റ് ചെയ്തത്. ഇതേ ബുക്ക് വേറെ പലതരത്തിലും പ്രിന്റ് ചെയ്തതാണ്. ഓരോ സ്ഥലത്തും പ്രിന്റ് ചെയ്യുന്ന വ്യത്യസ്ത ആൾക്കാർക്ക്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ സെക്കൻഡ് എഡിഷൻ, തേർഡ് എഡിഷൻ എന്ന് പറയുമ്പോൾ മാറും. നമ്മുടെ ബുക്കും കവറും എല്ലാം മാറും. അതേ സാധനത്തിന് നമ്മൾ ഹെഡിങ് അത് തന്നെയാണ്, പക്ഷെ ലുക്ക് ആൻഡ് ഫീൽ മാറ്റി, അതിന്റെ ടൈറ്റിലും മാറ്റി. നർച്ചറിങ് ജോയ്ഫുൾ ജേർണീസ്, ദ ഹാപ്പി ഹിപ്പോ ഹാൻഡ് ബുക്ക്. ഓക്കെ, കുറച്ചും കൂടി നമ്മൾ അറിയും. ഇതാണ് ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരു. അതിന്റെ ബേസിൽ തന്നെയാണ്. ഇതേ ബുക്ക് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോ ഞാൻ വേറൊരാൾക്ക് അയക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി മാറ്റി വെച്ചു. അപ്പൊ ഇതില് എങ്ങനെ പാരന്റ്സിനും ടീച്ചേഴ്സിനും ചെറിയ കുട്ടികളുടെ ഏജ് 3 മുതൽ grade 7 വരെ, കാരണം അപ് ടു 7th ക്ലാസ് കംപ്ലീറ്റ് സിലബസ് ലോകത്തിലൊക്കെ നോക്കിയാൽ ഞാനും എൻ്റെ ജീവിതവും എനിക്ക് ചുറ്റുമുള്ള ജീവിതവും പഠിപ്പിക്കലാണ് വിദ്യാഭ്യാസം. അണ്ടർസ്റ്റുഡ്? സോഷ്യൽ സയൻസ് നോക്കിയാൽ ഇന്ത്യയെക്കുറിച്ചും ടിപ്പു സുൽത്താനെ കുറിച്ചൊക്കെ ഉണ്ടാവും. 8ാം ക്ലാസ് കഴിഞ്ഞാൽ ജഹാംഗീറിനെ കുറിച്ചൊക്കെ ഉണ്ടാവും. എൻ്റെ ചുറ്റും കാണുന്ന ഒന്നല്ല, പണ്ടെപ്പോഴോ നടന്ന സംഭവം. സെറ്റ് തിയറി ഉണ്ടാവും, ഫിസിക്സിൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇതൊന്നും 7ാം ക്ലാസ് വരെ പഠിപ്പിക്കില്ല. അത് കഴിഞ്ഞാലാണ് സബ്ജക്റ്റും സിലബസും ഒക്കെ മാറുന്നത്. അപ്പൊ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഇതിൽ മോൾഡ് ചെയ്യേണ്ട ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും കടമ. അപ്പൊ എന്താ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ പറയുന്നത്? ഇൻഫോർമൽ എഡ്യൂക്കേഷൻ പറയുന്നത് ഞാൻ നടുവിലുള്ള കുട്ടിയാണെങ്കിൽ എനിക്ക് നടുവിലെ കുറിച്ച് അറിയാം. അത് നമ്മുടെ CBSE സിലബസിൽ ഉണ്ടാവില്ല. നിങ്ങൾ NCERT ബുക്ക് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് കോപ്പി ചെയ്യുമ്പോൾ കവർ മാത്രം മാറ്റിയിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ കവർ മാറ്റി പ്രിന്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഓരോ സ്ഥലത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത്തരം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് എന്റെ എല്ലാ ഗൾഫ് ട്രിപ്പും സ്പോൺസർ ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇവരാണ് പൈസ കൊടുക്കുക. ഒരു സ്കൂളുകാരും നമുക്ക് പൈസ തരില്ല. അപ്പൊ ഞാനിപ്പം സൗദി അറേബ്യയിൽ 4 ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പബ്ലിഷറോട് പറയും, പബ്ലിഷർ എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ അവർക്കെതിരൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഗൾഫിൽ പോലില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടികൾ ഇവിടെ എന്തെങ്കിലും ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പറയണം. കുറേ ഇത്തരം പരിപാടികളും സ്കൂൾസും കണ്ടിട്ടല്ലേ നമ്മൾ. ഇത് ഏജ് grade 7 വരെയാണ്. അത് കഴിഞ്ഞാൽ അഡോളസൻസ്, grade 8 മുതൽ grade 12 വരെയുള്ള ഇത് കുട്ടികൾക്കും വായിക്കാം. ഇതെന്തായാലും കുട്ടികൾ വായിക്കാൻ പോകില്ല. അപ്പൊ ഇത് പാരന്റ്സിനും ടീച്ചേഴ്സിനും. ഇതാണ് കുട്ടികൾക്കുള്ള ഗെയിം. ഇത് ഇപ്പൊ ഈ ഒരു 2-3 മാസത്തോണ്ട് ഞാൻ ഇറക്കിയിട്ടുള്ള. ഇത് കുറച്ചും കൂടി തിക്കറും കുറച്ചും കൂടി സീരിയസും. ഇതിനകത്ത് നമ്മുടെ ലോയിനെ കുറിച്ച് പറയുന്നുണ്ടാവും, പോക്സോ കേസിനെ കുറിച്ച് പറയും. ഇതൊക്കെ എല്ലാ കുട്ടികളും അറിയണം. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക, സോഷ്യൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്,
എങ്ങനെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കുക. കാരണം ഇപ്പം കേരളത്തിൽ തന്നെ ഇവിടെ തെലുങ്കന്മാരുണ്ടാവും, കർണാടകക്കാർ വരുന്നുണ്ടാവും, ബംഗാളികൾ വരുന്നുണ്ടാവും. അവരോട് എങ്ങനെ ഡീൽ ചെയ്യണം, അതുകൊണ്ടുണ്ടാകുന്ന കെയർ എന്തൊക്കെയാണ്, നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണ്, ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും വായിക്കണം. അങ്ങനെ ചെറിയ ചെറിയ ഹെഡിങ്ങുകളിൽ ഇറക്കിയിട്ടുള്ള ബുക്കാണ്. ഇത് കൂടാതെ മൈൻഡ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 60 പോയിന്റ്സ്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതേ വീട്ടിൽ MA സൈക്കോളജിയോ കൗൺസിലിങ്ങോ പ്രൈവറ്റായിട്ട് എഴുതുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ കുറേ ആൾക്കാർ പഠിക്കുന്നവരുടെ ഒരു ക്യാമ്പ് ഇവിടെ നടന്നു. ഒരു പണിയുമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. എഡ്യൂക്കേഷൻ ഇല്ല, വിവരമില്ല. അവർ ഇന്നലെ വരെ റബ്ബർ വിട്ടായിരുന്നു, അല്ലെങ്കിൽ കുറേ ഏതെങ്കിലും ക്ലബ്ബുകളിൽ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ JCs ഉണ്ടാവും. JCs അവനെല്ലാം വേറെ എന്തെങ്കിലും കച്ചവടം, റബ്ബർ കച്ചവടമായിരിക്കും. പിറ്റേ ദിവസം വരുമ്പോൾ കോട്ടൽ ഇട്ടിട്ട് വരും, പിന്നെ അവൻ പ്രഭാഷണം നടത്തും, അവൻ ക്ലാസ് എടുക്കും, ട്യൂഷൻ എടുക്കും. അവൻ ഇതുവരെ ബേസിക് ആയിട്ട് ഒരു സൈക്കോളജി ബുക്ക് വായിച്ചിട്ടുണ്ടാവില്ല. ആരാണ് സൈക്കോളജിയുടെ പ്രൊഫസർ എന്ന് അറിയുന്നത് ഉണ്ടാവില്ല. അവരൊക്കെയാണ് നാളെ സൈക്കോളജിക്കൽ കൗൺസിലേഴ്സ് ആയിട്ട് മാറും. ഇവിടെ നടത്തിയ ക്യാമ്പിൽ അവർ ഇവിടെയുള്ള പല സ്കൂൾസിലും പോയിട്ട് എല്ലാ കുട്ടികളുടെയും പ്രോബ്ലം എന്തായിരിക്കും? ഇപ്പൊ നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ കുട്ടികളോട് ആദ്യം ചോദിച്ച അവരുടെ പ്രോബ്ലം, എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റുന്നില്ല. ആണോ അല്ലയോ? ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. ഞാൻ എന്തുകൊണ്ടാണ് സൈക്കോളജി പഠിച്ചത്? മാത്സ് പഠിക്കാൻ പറ്റില്ല, ഫിസിക്സ് പഠിക്കാൻ പറ്റില്ല, കെമിസ്ട്രി പഠിക്കാൻ പറ്റില്ല, എഞ്ചിനീയറിംഗ് പോകാൻ പറ്റില്ല, മെഡിസിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ BA സൈക്കോളജി പഠിച്ചു, MA സൈക്കോളജി പഠിച്ചു. ഈ ഒരു കുട്ടി വന്നിട്ട് എന്നോട് പറയാം എനിക്ക് മാത്സ് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്താ പറയാ, മോന് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടിക്ക് മാത്സ് പഠിക്കാൻ പറ്റും. പിന്നെ തൽക്കാലം സമാധാനം കിട്ടി, സന്തോഷമായി. രണ്ടാളും കൂടി ഇരുന്നൊരു റിപ്പോർട്ട് എഴുതിയിട്ട് പ്രിൻസിപ്പൾക്ക് കൊടുക്കും. എന്താ പ്രിൻസിപ്പൾക്ക് കൊടുക്കാന്നറിയോ? മാത്സ് ടീച്ചർ മഹാമോശമാണ്. ഞാൻ ഒരു 1000-ലധികം സ്കൂൾസിൽ പോയി. എല്ലാ സ്കൂൾസിലെയും സൈക്കോളജി ആൾക്കാർ ആകെ കൊടുക്കുന്ന റിപ്പോർട്ട്, ടീച്ചർമാരെ കംപ്ലൈന്റ് കുട്ടികളെ പറഞ്ഞാൽ ആ ടീച്ചർ മോശം റിപ്പോർട്ട് ഉണ്ട്. ഇവിടെ നടന്നതാണ്. ഈ ക്യാമ്പ് നടന്നപ്പോഴും ഓരോ ടീച്ചർമാരോടും നിങ്ങളുടെ അസസ്മെന്റ് എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ കുറേ ടീച്ചർമാരെ കുറ്റം പറയാം. ഈ ടീച്ചർമാരെ കുറ്റം പറഞ്ഞാൽ എന്ത് പറ്റും വെച്ചാൽ കുട്ടികൾക്ക് ടീച്ചർമാരോട് ബഹുമാനം പോകും. പഠിക്കാൻ കുറച്ചെങ്കിലും ഉള്ളവർ അതില്ലാണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഞാൻ സാധാരണ ഈ CBSE റൂൾ പ്രകാരം ഒരു സൈക്കോളജി അറിയുന്ന ഒരാൾ വേണം സ്കൂളിൽ. ഞാൻ അവരോട് പറയും, നിങ്ങൾ അപ്പോയിന്റ് ചെയ്തോ, എന്തെങ്കിലും ക്ലർക്കിന്റെ പണിയോ അറ്റൻഡറുടെ പണിയോ അല്ലെങ്കിൽ കണക്ക് എഴുതലോ എന്തെങ്കിലും കൊടുത്തോ. പിന്നെ ഇവർക്ക് ഒരു പബ്ലിക് ഓഡിയൻസിനോട് പറഞ്ഞ്, ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന കുറേ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് നമ്മളൊരിടത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ മാഷെടുത്ത് പോയാൽ എൻ്റെ പ്രോബ്ലം സോൾവ് ആവും എന്നൊരു കുട്ടിക്ക് തോന്നുമ്പോഴാണ് എൻ്റെ അടുത്ത് വളണ്ടിയർ ആയിട്ട് വരിക. അതല്ലാതെ ഞാനൊരു ബോർഡ് വെച്ചിട്ട് നിങ്ങളുടെ മനപ്രയാസങ്ങൾ ഞാൻ തീർക്കും, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞാൽ ആരും വരില്ല. അപ്പൊ ഈ ടീച്ചർമാർക്ക് ക്ലാസ് എടുക്കാൻ അവസരം കൊടുക്കണം. അപ്പൊ അത്തരം കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാക്കി എൻ്റെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരാളത്തേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ എൻ്റെ അത്തരം കുറെ കൺസെപ്റ്റുകൾ ടീച്ചേഴ്സിനും പാരന്റ്സിനും കുട്ടികൾക്കും വായിക്കാൻ പറ്റുന്ന മൈൻഡ് മാറ്റേഴ്സ്. ആ 2 ബുക്കും CBSE പ്രകാരമാണ്. ഏജ് 12 വരെ CBSE-ന്റെ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് വെച്ചിട്ട് ആ പോയിന്റ്സ് ആണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ആസ് പെർ സിലബസ് ആണ്. ഇത് ജനറൽ ആണ്. ഓക്കെ, ഇത് കൂടിയായാൽ മൈൻഡ് സംഭവങ്ങൾ കഴിയും. പിന്നെ നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന എല്ലാവരും പറയുന്നു, ഇന്ന് ഞാൻ കാണിച്ചു ബ്ലൂമിങ് ഇറ എന്ന് പറഞ്ഞൊരു അതിനകത്തെ ചീഫ് നോളജ് ഓഫീസറാണ്. അവർ തുടങ്ങുന്ന പ്രീ സ്കൂളിന്റെ ബഡ്ജറ്റിന്റെ ഒരു ഡോക്യുമെന്റ് ഇപ്പൊ അയച്ചിട്ടുണ്ട്. അതിൽ തന്നെ അവർ തുടങ്ങുന്നത് 21st സെഞ്ചുറി എഡ്യൂക്കേഷൻ എന്നാണ്. ഞാൻ ഒരു 100 പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ടാവും 21st സെഞ്ചുറി എഡ്യൂക്കേഷൻ എന്ന് പറയരുത്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. എല്ലാവരും പറയൽ എന്താണ്? 21st സെഞ്ചുറി എഡ്യൂക്കേഷൻ ആണോ അല്ലയോ? സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 കൊല്ലല്ലേ? നമ്മൾ ഒരു എഡ്യൂക്കേഷനെ കുറിച്ച് 100 കൊല്ലത്തെ വിഷനിലാണോ പറയേണ്ടത്? ആണോ? അപ്പൊ ആരെങ്കിലും 21st സെഞ്ചുറി എന്ന് പറയുന്നത് ഉടനെ ഞാൻ പറയും ബുദ്ധിയില്ല, ആലോചിക്കാറില്ല, ആരോ പറയുന്നത് കേട്ട് അതുപോലെ പറയുന്നു എന്നല്ലാതെ ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോ പറയാറുള്ളത് നമ്മളിപ്പോ 3rd ഡെക്കേഡ് ഓഫ് 21st സെഞ്ചുറിയാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ ബുക്കുകളിലും ഞാൻ എഴുതാറുള്ളത് 3-2-1 വേൾഡ് എന്നാണ്. ഈ വാക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്നെ കിട്ടും. ഓക്കെ, 3-2-1 വേൾഡിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ്, ആ ടീച്ചേഴ്സ് എങ്ങനെയായി മാറണം. ആ കാലത്ത് ഇപ്പൊ വേറെ ഏറ്റവും കൂടുതൽ സെമിനാർ നടക്കുന്നത് SDG ഗോൾസ് ആണ്. SDG യുണൈറ്റഡ് നേഷൻസിന്റെ SDG എന്ന് പറഞ്ഞാൽ
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, വളരെ ഫേമസ് ആണ്. ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ പറയുന്നത് നമ്മൾ ഒരേ സമൂഹത്തിൽ കൂടെ ജീവിക്കണം. അത് തന്നെയാണ് വസുദൈവ കുടുംബകം. അത് തന്നെയാണ് UNDP 1970 പറഞ്ഞത്. എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് 1970 UNDP അത് പണ്ട് ശാന്തിച്ചക്കുള്ള സമയത്ത് UNDP ഉണ്ടായിരുന്നു. ആ UNDP പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കണം, കമ്പൽസറി. അങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റും 21A നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഡ്യൂക്കേഷൻ അപ് ടു 10th ക്ലാസ് കമ്പൽസറി ആക്കിയത്. പക്ഷെ ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് 7ാം ക്ലാസ്സിൽ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം, ഇൻഫോർമൽ ആണ്. അപ്പൊ കമ്പൽസറി അല്ല. എന്നിട്ട് എനിക്ക് വേറെ എവിടെയെങ്കിലും ചേരണമെങ്കിൽ ഏതെങ്കിലും പിന്നെ വർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള അത്തരം പ്രോഗ്രാമുകളിൽ എനിക്ക് കാർപ്പൻറ്ററി പഠിക്കണം വെച്ചാൽ അത് പഠിക്കാം അല്ലേ. അപ്പൊ 7ാം ക്ലാസ് വരെയെങ്കിലും നമുക്ക് ഇൻഫോർമൽ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റിയാൽ പിന്നെ അവരുടെ ട്രേഡ് സ്കില്ല് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിന് പോകണം എന്നാണ് പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ഇതൊക്കെ പണ്ട് കാലത്ത് ഗുരുകുല സമ്പ്രദായത്തിൽ ഓരോരാളെ അസസ് ചെയ്തിട്ട് ഞാൻ പറയും, നീ മ്യൂസിക് പഠിച്ചോ, ഇയാൾ വൈദ്യം പഠിച്ചോ, ഇയാൾ ആയുർവേദം പഠിച്ചോ, ഇയാൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചോ എന്നിട്ട് പണ്ട് എല്ലാ കുടുംബങ്ങളിലും ചെയ്തതാണ്. അതായത് ആ പിന്നെ ശരിക്കും പറഞ്ഞ ശാന്തിനികേതൻ വിഷൻ വെച്ചിട്ട് അതുപോലെയാണ്, റൈറ്റ്. അതുകൊണ്ട് ഞാൻ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്നുള്ള എന്റെ പേര് മാറ്റിയിട്ട് സനാതന ധർമ്മ ഗോൾ. ഓക്കെ, SDG തന്നെ വരുന്നത്. ഞാൻ സനാതന ധർമ്മ ഗോളിൽ 108 പോയിന്റ്സ് ഉണ്ട്. അതിൽ ഞാനിപ്പോൾ ആ 108 പോയിന്റ്സിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഭാരതീയ സങ്കല്പമാണ്, BJPന്റെ അല്ല, RSSന്റെ അല്ല, ഇന്ത്യയുടെ സങ്കല്പം. ആ ഇന്ത്യയുടെ സങ്കല്പം നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പണ്ട് ഓരോ ഗുരുകുലത്തിൽ ചെയ്യുന്നത് പുറത്ത് പെറുക്കാൻ പറഞ്ഞേക്കും, കളിമണ്ണ് കൊണ്ട് സാധനം ഉണ്ടാക്കാൻ പഠിപ്പിക്കും, അത്തരം ക്രാഫ്റ്റുകൾ, അത് കംപ്ലീറ്റ് നമ്മൾ ചെയ്യാം. ഇപ്പൊ മുകളിൽ 2 കുട്ടികൾ ഇരിക്കുന്നു. ഓക്കെ, ആ 3 കുട്ടികൾ രാവിലെ മുതൽ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആരും തരാത്തൊരു സമ്മാനം ഞാൻ തരും. പണ്ട് ശാന്തിച്ച് വന്നപ്പോൾ ഞാൻ കാണിച്ചത് ഓഗ്മെന്റഡ് റിയാലിറ്റി, മോസ്റ്റ് മോഡേൺ. ഓക്കെ, ഇപ്പൊ ഞാൻ ആ കുട്ടികളുടെ പാരന്റ്സിന് അയച്ചു കൊടുക്കും. ഇവിടെ നിർത്തപ്പെടാം. അപ്പൊ അവരുടെ മുമ്പിൽ ടൈഗറോ ലയണോ മങ്കിയോ എന്താ വേണ്ടി വെച്ചാൽ എനിക്ക് എന്റെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഓഗ്മെന്റഡ് റിയാലിറ്റി നമ്മുടെ ഈ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടറൈസ്ഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു മൊബൈലുള്ള ഒരാൾക്ക്, ഒരു ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിന് ഇത് വെച്ചിട്ട് കുട്ടികളെ എന്റർടൈൻ ചെയ്യുന്നു. അണ്ടർസ്റ്റുഡ്? അതുപോലെ ഞാനിപ്പം ബംഗാളിൽ പോയ സമയത്ത് ഇപ്പൊ 2ാമതും പോകുന്നുണ്ട്, സമ്മർ ക്യാമ്പ് നടത്തുന്നു. ആദ്യ പ്രാവശ്യം പോയി കാഞ്ചി ഷാ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ അവിടെ പോയ സമയത്ത് ഞാൻ പറഞ്ഞു കുറച്ച് ഒരു 250 ഗ്രാം ആട്ട വെച്ചുകൊണ്ടിരുന്നു, ഗോതമ്പ് ക്രാഫ്റ്റ്. അതെന്തിനാ ഗോതമ്പ് മേടിച്ചു ഞാൻ ബാക്കി കാര്യം. അത് വെച്ചിട്ട് ഞാൻ കുറെ ക്രാഫ്റ്റ് കളിച്ചു. 2 or 3 മൃഗങ്ങളെയോ ജീവികളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നാളെ വരുമ്പോൾ എല്ലാ ടീച്ചേഴ്സും വീട്ടിൽ നിന്ന് നമ്മുടെ സാധാരണ മൈദയോ ഗോതമ്പോ കുഴക്കുക, എന്നിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കണം. എന്റെ ഭഗവാൻ, ഞാൻ ജീവിതത്തിൽ കാണാത്ത സംഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇവർക്കൊക്കെ ഒരു കോമ്പറ്റീഷനാണ്. നാളെ രാവിലെ വരുമ്പോൾ മാഷ പുതിയത് എന്തെങ്കിലും കാണിക്കണം. എനിക്ക് ഓരോ ദിവസവും ക്ലാസ് അങ്ങനെയാണ്. ഇതൊന്നും ബുക്കിൽ നിന്നല്ല പഠിക്കേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള ഗാഡ്ജറ്റ്സും സംഭവങ്ങളും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ക്രിയേറ്റീവ് ആവണം. ആ ക്രിയേറ്റീവ് ആക്കിയെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ഒരു പാത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഇതൊരു ഡെയിലി അഫെയർ. മനസ്സിലായി? അതല്ലാതെ ക്ലാസ് എന്റർടൈനിങ് ആവില്ല. ആ കാഞ്ചീഷ ഇപ്പം നടത്തുന്നുണ്ട്. അവളിപ്പം ഏതോ ഒന്നിന്റെ ഫ്രാഞ്ചൈസ് എടുത്തിട്ടുണ്ട്. ഈ ബംഗാളിലൊന്ന് സ്കൂളാണ് ടിങ്കിൾ ടിങ്കിൾ. ഞാൻ ഹിന്ദിയിൽ അവരുടെ ലാംഗ്വേജിൽ ഞാൻ പഠിപ്പിച്ചത്. അവരുടെ എല്ലാ ഞാനിപ്പം യോഗ യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്ക യൂണിവേഴ്സിറ്റി, അതിന്റെ കീഴിൽ എനിക്ക് സർട്ടിഫിക്കേഷൻസ് കൊടുക്കും. അത് ഗവൺമെന്റ് ജോലി കിട്ടാനല്ല, പക്ഷെ ആരെങ്കിലും ഒരാൾ ഈ KG ടീച്ചേഴ്സിന്റെ മെന്ററിങ്, കുറച്ച് ഹയർ സ്റ്റഡീസ് മെന്ററിങ്, ഇവർക്കൊക്കെ ഈ ബുക്കൊക്കെ അയച്ചു കൊടുക്കും. എല്ലാം അയച്ചു കൊടുത്തിട്ട് ഞാൻ പറയും, നിങ്ങളുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അവരോട് കൽക്കട്ടയിൽ വരാൻ പറഞ്ഞു. അവരെല്ലാവരും കൂടി ഇപ്പൊ കൽക്കട്ടയിൽ വരും. ആ കൽക്കട്ടയിൽ എൻ്റെ ട്രെയിനിങ്, ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞാൽ അവരുടെ സമ്മർ ക്യാമ്പിൽ ഈ ടീച്ചേഴ്സ് പോയി പഠിപ്പിക്കും. ഞാൻ അവന് ഗൈഡൻസ് നോക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആദ്യം കൽക്കട്ടയിൽ 20, 21, 22, 23,
അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി സമ്മർ ക്യാമ്പിന് പോകും. സമ്മർ ക്യാമ്പിന് പോകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഇപ്പൊ ഇവരെല്ലാം പ്രൈമറി ടീച്ചേഴ്സൊക്കെയാണ്, LKG UKG പക്ഷെ ഒരു ടീച്ചർ ഇംഗ്ലീഷ് MA ഇംഗ്ലീഷ് MA ആയതുകൊണ്ട് എനിക്കൊരു ബഹുമാനമൊന്നുമില്ല, പക്ഷെ അതിലുള്ള ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ മുതൽ KG പഠിപ്പിച്ചോ, പക്ഷെ 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് കൂടി പഠിപ്പിക്കും. ഓക്കെ, it suits, we can arrange 3 to 5 days camp in my place, Kanchi Shahid. You understood? അപ്പോൾ കൽക്കട്ട കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടാ പോകും. ഇത് പല സ്ഥലത്ത് ചെയ്യുന്ന ഒരാള് എന്റെ നാട്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായി? അത് ഇപ്പൊ തുടങ്ങിയ സ്വപ്നമൊന്നുമല്ല, കുറെ കാലമായി. പക്ഷെ ഇടയ്ക്ക് ഞാനിങ്ങനെ വരും. അല്ല, പണ്ട് കാലത്ത് ഇവിടെ നമ്മുടെ കുറേ കുട്ടികൾ ഇവിടെ വന്ന് ഗൾഫിൽ നിന്നുള്ള കുട്ടികളാണ്. ഒരു 10-40 രാജ്യങ്ങളിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് 8, 9, 10, 11, 12 കുട്ടികൾ വന്ന് 10-40 കുട്ടികളോട് താമസിക്കും 10 ദിവസം. അതൊക്കെ നമുക്കൊരു മേളയാണ്. ശാന്തേച്ചി വരും, പപ്പേട്ടൻ വരും, എല്ലാവരും ഉണ്ടാവും. ഇടക്കിടക്ക് വിസിറ്ററായിട്ട് വരുന്നതാണ് നാരായണൻകുട്ടി. അങ്ങനെ കുറേ പേര്, അവരുടെ അച്ഛൻ വരും, അവരുടെ അമ്മ വരും, അവരുടെ ടീച്ചേഴ്സ് വരും, എല്ലാവരും ഇവിടെ താമസിക്കും. ഒരു ക്യാമ്പ് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ക്യാമ്പ് തുടങ്ങും. കരുതലൊന്ന് ക്ലീൻ ആക്കി സെറ്റപ്പ് ചെയ്യണം. ഞാൻ പോകുന്നില്ല, 4 ദിവസം കൂടി ഇവിടെ നിന്നോട്ടെ, അടുത്ത ക്യാമ്പും കൂടി അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ വെച്ചാൽ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിന്നുള്ള റൈറ്റ്. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള കുറേ കുട്ടികൾ ഇപ്പൊ പല സ്ഥലത്തും MTech കഴിഞ്ഞു, BTech കഴിഞ്ഞു, എബ്രോഡിൽ പോയി, അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ആ എൻ്റെ ഒരു ഇഷ്ടം ഇപ്പൊ ഇല്ല. കാരണം ആ സമയത്ത് സ്ഥിരമായിട്ട് ഗൾഫിൽ പോകുന്നതുകൊണ്ട്, രമേശ് പയ്യന്നൂർ ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ ക്യാമ്പ് നടത്തുന്നു പറഞ്ഞാൽ റേഡിയോയിൽ വരും. എന്നിട്ട് എനിക്ക് ഒന്നും നമ്മുടെ അഡ്വർടൈസ്മെന്റോ ഒന്നും വെച്ചിട്ടല്ലല്ലോ, ഇതൊക്കെ ഒരു സോഷ്യൽ ലൈഫിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇത് ഫ്ലയർ അയച്ചിട്ടൊന്നും ഞാൻ ചെയ്യണ്ടേ. ഇപ്പൊ നമ്മളിപ്പം ഈ 5-10 പേർക്ക് അയച്ചിട്ടുണ്ടെന്ന് ശാന്തിച്ചപ്പോൾ ഞാൻ അയച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ച് പേർക്ക് അയക്കും, അവർക്ക് താല്പര്യം ചെയ്യും, അങ്ങനെ ചെയ്യും. അപ്പൊ അത് അയച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്കൂളിലെ ടീച്ചേഴ്സ് പിടിക്കും, അവർ പറയും ഞങ്ങളുടെ ഒരു 10 കുട്ടികൾ കൂടി ചേർക്കും. ശരി, അങ്ങനെ 3 ടീച്ചേഴ്സ് ചേർന്ന 30 പിള്ളേരെ. ആ വരുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ നടുവ് സ്കൂളിലെ പിള്ളേരും കൂടി പോകണം. അപ്പൊ എന്തായി, ലോകത്തിന്റെ പല ഭാഗത്തുള്ള കുട്ടികളും നമ്മളെ നടുവ് സ്കൂളിൽ പിള്ളേരും ഇന്ററാക്ഷൻ. ആ സമയത്ത് ഏട്ടനാണ് മാനേജ്, നമ്മുടെ മാനേജ്മെന്റ് ആണ്. ശാന്തേച്ചിയുടെ ഹസ്ബൻഡിന്റെ ബ്രദറും ആയിരുന്നു ആദ്യത്തെ മാനേജ് നമ്മളൊക്കെ പഠിക്കുമ്പോൾ. പിന്നെ എൻ്റെ ഏട്ടനായിരുന്നു കുറെ കാലം. ആ ഏട്ടനായിരുന്ന കാലത്താണ് ഞാൻ ഇത് ചെയ്തത്. അപ്പൊ എനിക്ക് ഹാൻഡിൽ ഉണ്ട്. ഏട്ടനോട് പറഞ്ഞ ഏട്ടൻ പറയും പിള്ളേരൊക്കെ നാളെ ഇങ്ങനെ അയക്കണം എന്ന് പറഞ്ഞാൽ 25 പിള്ളേർ ഇവിടെ വന്നിട്ട് 18 പിള്ളേർക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടി. അതാണ് നടുവിൽ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ A+ കിട്ടിയത് എൻ്റെ ആ ഒരു ബാച്ചിലാണ്. മനസ്സിലായി? അപ്പൊ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നമ്മുടെ മാനേജ്മെന്റ് നമ്മുടെ അവരൊക്കെ മാറും. ഏട്ടനുള്ള സമയത്ത് ഏട്ടൻ പഠിപ്പിക്കും, ഏട്ടൻ സുവോളജി പഠിപ്പിക്കും, ബയോളജി പഠിപ്പിക്കും, മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും പിന്നെ സോഷ്യൽ സയൻസും ഞാൻ പഠിപ്പിക്കും. അപ്പൊ ഞാൻ മലയാളം പിന്നെ സയൻസ് കുറച്ച് ദിവസം അന്തമാഷ് വരും, അവരുടെ ഒരു ത്രില്ല് കിട്ടും, ഒരു ബൂസ്റ്റ് കിട്ടും. അങ്ങനെ കുറെ ഒരു അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പാട്ടും കൂത്തും ലഹളയൊക്കെ ഉണ്ടാവും. റൈറ്റ്, ഒരു കൺസെപ്റ്റ് ഈ പ്രൈമറി എഡ്യൂക്കേഷൻ. പിന്നെ നിങ്ങളുടെ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഫ്രീ ആണ്, സ്റ്റുഡൻസ് ഫ്രീ ആണ്, അവർ പലയിടത്തും ട്യൂഷന് പോകുന്നുണ്ടാവും. ഈ ട്യൂഷൻ പഠിപ്പിക്കുന്ന മാഷന്മാർക്കൊന്നും ശരിക്കും ട്യൂഷൻ പഠിപ്പിക്കാൻ അറിയണമെന്നില്ല, കാരണം അവർക്ക് വേണ്ടി ജോലി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ട്യൂഷൻ പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ അവരെ കൺസൈസ് ആയിട്ട് അവരുടെ എബിലിറ്റി മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനെ ഓഗ്മെന്റ് ചെയ്ത് ഈ ഒരു ഫെസിലിറ്റിയിൽ ആർക്ക് വേണമെങ്കിലും ട്യൂഷൻ. ഇപ്പൊ ശാന്തേച്ചിക്ക് നാളെ മാത്സ് പഠിപ്പിക്കണം തോന്നിയാൽ ഒരു 4 കുട്ടികളെ കിട്ടിയാൽ ശാന്തേച്ചി ഇവിടെ വന്നിട്ട് 2 മണിക്കൂർ മാത്സ് പഠിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂർ ഒരു ദിവസം പഠിപ്പിക്കും, അടുത്ത ആഴ്ച 1 മണിക്കൂർ പഠിപ്പിച്ചാൽ. പക്ഷെ ശാന്തേച്ചി പഠിപ്പിക്കേണ്ട കാര്യമില്ല. പഠിപ്പിക്കാതെ തന്നെ കുട്ടികളെ ഇതെങ്ങനെ പഠിപ്പിക്കാം, പക്ഷെ ഓവർസീ ചെയ്യണം. ആ ഓവർസീ ചെയ്തിട്ട് ഇവരെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ എങ്ങനെ പഠിപ്പിക്കണം എന്ന് ചെയ്ത മെത്തേഡ് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് ടീച്ചേഴ്സിനും പറഞ്ഞു കൊടുക്കും, കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കും. അവരെ ഓവർസീ ചെയ്യണം. സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട 8ാം ക്ലാസ് മുതൽ വിശ്വസിക്കുന്നതാണ്. അത് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു ബോധം കുട്ടികളിലേക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ സെൽഫ് സ്റ്റഡി, ആ സെൽഫ് സ്റ്റഡിക്കുള്ള എബിലിറ്റീസ് 30 points to students, 20 points to parents and teachers എന്ന് എൻ്റെ ഒരു ബ്ലോഗ് ഉണ്ട്. 2005 ഞാൻ എഴുതിയത്, 20 കൊല്ലം. അത് പല സ്കൂൾസിലും ഉപയോഗിക്കുന്നു. ഞാനും BTM ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു ടീച്ചറും അത് എഴുതിയെടുക്കുവോ നോക്കുവോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ പലയിടത്തും ക്ലാസ് എടുക്കും. അവിടെ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരാം, പക്ഷെ വന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു.
കാരണം ആദ്യം തന്നെ നമ്മൾ കാര്യമില്ലാന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിന് അറിയാം, ഞാനൊരു സ്കൂളിൽ പോയി നിർബന്ധിച്ചിട്ടും കുറേ ഒരു 5-10 സ്കൂൾസ്, അതൊരു എക്സ്പെരിമെന്റ് ആയിക്കോട്ടെ, ഇദ്ദേഹത്തിന് കൂടി ഒരു അറിവായിക്കോട്ടെ, ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കാമെന്ന് വെച്ചിട്ട് അത് കൊണ്ടുവരും. എല്ലാവരും വന്നിരിക്കുന്നുണ്ട്, വെറുതെ ഇരിക്കണം, പെന്നില്ല, പേപ്പറില്ല, ഒന്നുമില്ല, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ടീച്ചർമാരെങ്കിലും ബുക്കും പേപ്പറും കൊണ്ടുവന്ന് വിചാരിച്ചു, പോയിട്ട് എടുത്തോണ്ട്. അപ്പോഴും ഇവരിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കൊണ്ടുവരുന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇപ്പൊ എടുത്തുകൊണ്ടുവരാനാ പറയുന്നത്. പോയി എടുത്തോണ്ടിരാണ്. അവരാദ്യമായിട്ടാണ് ഒരു ഗസ്റ്റ് ലെക്ചർ വന്നൊരാൾ ടീച്ചർമാരെ വഴക്കോട്. അവരൊരാളും തിരിച്ചു വന്നില്ല, അവർ പോയി. ടീച്ചർമാരെ ക്ലാസ് കഴിഞ്ഞ് ഞാനവിടെ വന്നു. ഞാനവിടെ വറാന്തയിൽ നിൽക്കുമ്പോൾ ഹെഡ് മിസ്ട്രസ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവരെന്നെ അറിയുമെന്ന് പരിചയമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, കണ്ടിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഒരു 20 മിനിറ്റോളം നമ്മൾ പുറത്തു നിന്ന് സംസാരിച്ചു കുട്ടികളുമായിട്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഞാൻ അവിടെ ഒരു നല്ലോണം വഴക്ക് എന്ന് പറഞ്ഞാൽ സ്കൂൾ കംപ്ലീറ്റ് ആൾക്കാർ സ്റ്റക്കായി, എല്ലാവരും കൂടി വന്ന് നോക്കി. അത് കഴിഞ്ഞ് അവരുടെ PTA യും ഹയർ സ്കൂളിൻ്റെ അവരും ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് അവരുടെ കലോത്സവത്തിന് പൈസ പിരിവിന് വന്നിട്ട് ഞാൻ പൈസ കൊടുത്തയച്ചിട്ട് റെസിപ്റ്റ് ഞാൻ കഴിച്ചു. നമുക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല, എന്നാരെങ്കിലും നന്നാവും, മനസ്സിലായി. അപ്പൊ ടീച്ചേഴ്സ് നന്നായിട്ടില്ലെങ്കിൽ, നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി മാറിയിട്ടില്ലെങ്കിൽ, സ്റ്റൈല് മാറിയിട്ടില്ലെങ്കിൽ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ല എന്ത് പോളിസി വന്നാലും ഒരു സംഭവം അത് കൃത്യമായിട്ടുണ്ടാവും. അത് വളരെ ചുരുക്കം. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ ഒരു 5 ദിവസം പാരൻസിനോടും ടീച്ചേഴ്സിനോടും കുട്ടികളോടും. ഇപ്പൊ നിങ്ങളുടെ എല്ലാ കൊല്ലവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഞാൻ നോർത്ത് ഈസ്റ്റിൽ പോവാം. വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയം VKVs. അന്ന് തളിപ്പ് കാഞ്ഞിരങ്ങാടുകാരിലുള്ള ഉണ്ണികൃഷ്ണനാണ് അതിന്റെ എഡ്യൂക്കേഷൻ ഓഫീസർ. അതാണ് എൻ്റെ ഒരു താല്പര്യം. അവൻ എന്നെ അറിയാം, അവൻ എന്നെ വിളിച്ചു. അല്ലാണ്ട് നമ്മൾ വേറെ അഡ്വർടൈസ്മെന്റിലൊന്നും അറിയുന്ന ഒരാളാണ്. അപ്പോൾ ആ പ്രോഗ്രാമിന് പോയ സമയത്ത് 10ാം ക്ലാസ്സിലല്ല ഞാൻ ക്ലാസ് എടുക്കുക, 9ാം ക്ലാസ്സിൽ. കാരണം 9ാം ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ അടുത്ത 10 മുതൽ ആ ഒരു ഉന്മേഷത്തോടുകൂടി അവർ പഠിച്ചേ. അതെപ്പോഴാണ്? ജനുവരി ഫെബ്രുവരി ചെയ്താൽ ആ എക്സാം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത് നന്നായിട്ട് എഴുതാമായിരുന്നു തോന്നുമ്പോൾ അടുത്ത എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൊരു ആകാംക്ഷ വരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2015, 16, 17, 18 കാലഘട്ടങ്ങളിൽ അയാളിപ്പം അവിടുന്ന് വിവേകാനന്ദ അത് ട്രസ്റ്റാണ്. അതിന്റെ ഭരണം മാറിയപ്പോൾ ഇപ്പം ദർശൻ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലാണ്. അവർക്ക് 70 സ്കൂൾസ് ഉണ്ട്, CBSE സ്കൂൾസ്. ഓക്കെ, ആ സ്കൂൾസിന്റെ ഒക്കെ എഡ്യൂക്കേഷൻ ഓഫീസറാണ് അയാള് പിന്നെ കണ്ണൂർക്കാരൻ. അപ്പൊ ഇന്നലെ വിളിച്ചിരുന്നു. 2 to 4 PM പോലെ മാത്രമേ നിങ്ങൾ കാണുള്ളൂ മെസ്സേജ്. കാരണം കുറേ ഫോണിൽ സംസാരിച്ചതിന് ശേഷം May 2 ഞാൻ ഇവിടുന്ന് 1-ാം തീയതി പോകും. 2-ാം തീയതി 4 മണിക്ക് ഓൺലൈൻ ആദ്യം 200 സെലക്ടഡ് കുട്ടികളെ കോമ്പറ്റീഷൻസ് വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കില്ല. കാരണം എല്ലാവർക്കും ക്ലാസ് കൊടുക്കുന്നത് ഒരു കാര്യമില്ല. കോമ്പറ്റീഷൻ നടത്തിയിട്ട് ഓരോ സ്കൂൾസിൽ നിന്നും 10 പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ 20 സ്കൂൾസിന്റെ 10 പേര് വെച്ചിട്ട് 200 കുട്ടികൾക്ക് എൻ്റെ ഓൺലൈൻ ക്ലാസ്. അതാണ് തുടക്കം. അത് കഴിഞ്ഞ് അവരെൻ്റെ മനസ്സിൽ കാണും, എന്നെ പരിചയമായി. അപ്പോൾ ഓരോ സ്കൂൾസിലും 10 കുട്ടികൾ എന്നെ പരിചയം ഉണ്ടായിരുന്നു. ആദ്യത്തെ 2-3 ടെസ്റ്റ് പേപ്പറുകളിൽ ഇവരുടെ മാർക്ക് നമ്മൾ നോക്കും. എൻ്റെ മെത്തഡോളജി വെച്ചിട്ട് അവർ നന്നാവുന്നു. കാരണം എല്ലാവർക്കും കൊടുത്താൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. അപ്പം അങ്ങനെ ഇവർ നല്ലോണം എക്സൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഓരോ സ്കൂൾസിലും പോയിട്ട് ഈ മെത്തഡോളജി പഠിക്കും. അതാണ് ഉണ്ണികൃഷ്ണൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ പല സ്ഥലത്തും ചെയ്യുന്നു. ഇതെല്ലാം ദർശൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ ദർശൻ അക്കാഡമി പോയിട്ടൊന്ന് നോക്കാം. ദർശൻ അക്കാഡമി ഡൽഹി ബേസ്ഡ്. ഉണ്ണികൃഷ്ണൻ കാഞ്ഞിരങ്ങാട്. പഞ്ചാബ്, ഹരിയാന, ഡൽഹി ഈ 3 സ്റ്റേറ്റുകളിൽ ദർശൻ അക്കാഡമിയുടെ കണ്ടിന്യൂസ് ദർശൻ academy.org നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറേ പ്രൈവറ്റ് കമ്പനികൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ വൈ നോട്ട്? ഈ ചുറ്റുങ്ങൾ നോക്കിയാൽ റിട്ടയർ ആയ ടീച്ചേഴ്സ് ഉണ്ടാവും. പ്രൊഫഷൻ മാറിയിട്ട് ഇപ്പൊ ഞാൻ ഇരിങ്ങാലക്കുട എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ, എൻ്റെ വീട്ടിൻ്റെ വറാന്തയിൽ ഒരു സയൻസ് സെന്റർ സെന്റർ ഉണ്ട്. പണ്ട് കാലത്ത് തുടങ്ങിയതല്ലേ. ആ സയൻസ് സെന്ററിൽ മാത്സ് പഠിപ്പിച്ചത് ഇൻഷുറൻസ് LICയിൽ വർക്ക് ചെയ്യുന്നതാണ്. കാരണം അവൻ ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ MSc മാത്തമാറ്റിക്സ് ആണ്. അവന് മാത്സ് പഠിപ്പിക്കാൻ താല്പര്യം.
റൈറ്റ്. ഒരു കോച്ചിങ് സെന്റർ നടത്താനോ ട്യൂഷൻ സെന്റർ നടത്താനോ അവന് പറ്റില്ല. പക്ഷെ സയൻസ് സെന്റർ കൊണ്ട് നമ്മൾ തുടങ്ങി ക്ലാസ് എടുക്കുന്നതാണ്. മനസ്സിലായി? അപ്പൊ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അവർക്ക് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കി കൊടുക്കുന്നു അല്ലേ? ഇപ്പൊ ശാന്തേച്ചിക്ക് ഒരു മാസം 1000 രൂപ കിട്ടിയാലും ശാന്തേച്ചി ഹാപ്പിയാവും. അത് 1000 രൂപ അല്ല, അത് നമ്മൾ അറിയുന്നൊരു പണി. പാട്ട് പാടിയിട്ടും നമുക്ക് പൈസ ഉണ്ടാക്കാം. അണ്ടർസ്റ്റുഡ്? അത് ഏത് ശ്ലോക പഠിപ്പിക്കേണ്ടതെന്നുള്ളൊരു ശ്ലോകം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ശാന്തേച്ചി അത് പഠിക്കും, നാരായണൻകുട്ടി പഠിപ്പിക്കും. നമ്മളെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതാണ് ഇറ്റ്സ് ലൈക്ക് എൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. അതിൽ ഒരു ഗ്രേഡ് 3 വയസ്സുള്ള കുട്ടി ഒരു റൂമിൽ 4 വയസ്സുള്ള ഒരു റൂമിലല്ല, എല്ലാവരും കൂടി മിക്സ് ആകുമ്പോഴാണ് അവരെ വായിക്കാനോ എഴുതാനോ ഒന്നും പഠിപ്പിക്കണം. അവർ ഓട്ടോമാറ്റിക്കലി വായിക്കാനും എഴുതാനും ഒക്കെ ചെയ്തു. ഇപ്പൊ ഇവിടെ മുകളിൽ 2 കുട്ടികൾ ഇപ്പോഴും വായിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, അവര് കയറി പറഞ്ഞു ചെയ്യുമ്പോൾ അവിടെ ബുക്ക് കാണുന്നുണ്ട്. ഇതെല്ലാം മാഷ് എഴുതിയ ബുക്ക് എടുത്തോട്ടെ വായിക്കാൻ, എടുത്ത് വായിക്കാൻ. ഞങ്ങൾ ഇന്ന് വായിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു, ഞങ്ങൾ ഇന്ന് വായിച്ചോട്ടെ. വേറെ ഒന്നും പോയിരുന്നു, ആ ചെറിയ ചുട്ടടക്കം വായിക്കാൻ പോയി. കാരണം 2 7ാം ക്ലാസ്സിലെ കുട്ടികൾ വായിക്കുമ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് കളിക്കാൻ പറ്റില്ല. അവരും ഇരുന്ന് കേൾക്കും. മനസ്സിലായിട്ട്? അപ്പൊ അങ്ങനെ ഇവർ 300 കുട്ടികൾ കിട്ടിയാല് ഞാൻ സൈലന്റ് ആയിട്ട് ഇരുത്താൻ 6 മണിക്കൂർ എനിക്ക് വേണ്ടി. ഒരിക്കലും പോലും ബി സൈലന്റ് കിക്കുമായിട്ടൊന്നും ഞാൻ വഴക്ക് പറയാം, അങ്ങനെ ചെയ്യിപ്പിക്കാം. പക്ഷെ ടീനേജിലെ കുട്ടികൾ അങ്ങനെ ഇരുത്താൻ ബുദ്ധിമുട്ടുണ്ട്. അവർ ചിലപ്പോൾ വഴിയെടുത്ത് കാണിച്ചാൽ മൈൻഡ് ആ ഒരു മോഡറേഷൻ, ചെറിയൊരു മോഡിഫിക്കേഷൻസ്, ചെറിയൊരു ഓൾട്ടറേഷൻസ് നമുക്ക് ടീച്ചേഴ്സിന് വരുത്താൻ പറ്റിയാൽ, അത് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ, അവർക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കി കൊടുത്താൽ ചുമ്മാ എല്ലാ മാർക്കും കിട്ടും. നമ്മുടെ ട്രഡീഷണൽ കോൺസെപ്റ്റും മാറ്റിയാല് അത് മാറ്റണം. ആര് മാറ്റും? Me and you and around us somebody has to start, right? സിലബസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ അതിൽ ഇപ്പം CBSE, ഇപ്പം IAS ട്രെയിൻ ചെയ്യുന്ന ഇന്നലെ ഞാൻ ട്രെയിനിൽ ഒരു കുട്ടിയാണ്, റൈറ്റ്? ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് ഒന്നും അയച്ചിട്ട് വേണമെങ്കിൽ എന്റെ നമ്പർ എടുത്തു. അപ്പൊ എന്റെ ഫോൺ ബാഗിലാണ്. എന്റെ ഫോൺ എടുത്ത് നീ അടിച്ചു, ഞാൻ സ്റ്റോർ ചെയ്തില്ല. എന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്റെ നമ്പർ എനിക്ക് അടിച്ചാൽ കിട്ടുമല്ലോ. എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു. കാരണം ഒരാളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു തരത്തിലുണ്ട്. ഇപ്പം നാരായണൻകുട്ടി ആരുടെയോ നമ്പർ എന്നാൽ ഞാൻ പറയാം, അവർക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളാം ഞാൻ പറയാം. അവരെന്നെ കോൺടാക്ട് ചെയ്താൽ പിന്നെ കോൺടാക്ട് ചെയ്യും, അത് വേറെ കാര്യം. അപ്പൊ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവുന്ന ഒരാളെ കട്ടിയാൽ രക്ഷ, അതാണ് അത്യാവശ്യം. അപ്പൊ അത് നമ്മുടെ കുട്ടികളില്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ നല്ലോണം വഴക്ക് പറയും. കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടീനെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഷാരഫിന്റെ ഒക്കെ ഹാർട്ട് ബീറ്റ് കൂട്ടിയിട്ട് വീട്ടിൽ വരെ. പക്ഷെ എനിക്ക്, ഞാൻ സൈക്കോളജിസ്റ്റാണ്, നമുക്ക് നന്നായിട്ടുള്ള ചാന്തേച്ചി ക്ലാസ്സിന്ന് പുറത്തു പോയിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് പോയ കുട്ടി പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ച് ഞാൻ അടുത്തിട്ട് എന്റെ മോളെ നീ നന്നായി. മനസ്സിലായോ? ഇനി ആ കുട്ടിയോ ആ കുട്ടിയുടെ അമ്മയോ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒറ്റ കാരണം, അവര് ഞാൻ കോണ്ടാക്ട് ചെയ്ത് പറയുമ്പോൾ അടുത്ത ടീച്ചർ അങ്ങനെ 4 ആളെ പറയുമ്പോൾ അവരുടെ കോണ്ടാക്ട് ഇല്ല. മനസ്സിലാവും? നമ്മുടെ സമൂഹം അതിനൊരു പുഷ് കൊടുക്കാത്തോ. ഇപ്പൊ ഞാൻ ഈ 3 പിള്ളേർ രാവിലെ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുളിപ്പിക്കും, നീ പണിയെടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ തമാശയൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ കുറച്ച് നേരത്തെ ഒന്ന് പറഞ്ഞു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, രാത്രി ഇവിടെ നമ്മൾ കിടക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ അകത്ത് കയറില്ല, അവിടെ നിന്ന് നോക്കിയിട്ടേ പോകുള്ളൂ. നമ്മൾ അങ്ങനെ അല്ല. ഞാൻ എന്റെ കുട്ടികൾ വന്ന് ആദ്യം പറയാറുള്ളത്, ശാന്തേച്ചിന്റെ വീട്ടിപ്പോ അങ്ങനെ ഒരു ട്രിപ്പ് കൊടുക്കുക. ദുബായിൽ നിന്ന് വന്ന കുട്ടികള് നാട് തെട്ടിക്കണം. സോഷ്യൽ സ്കില്ലാണ് ഞാൻ നമ്മള് വളർത്തത് അതുപോലെ. സോഷ്യൽ സ്കിൽ ഉണ്ടാക്കി ഇവിടെ നിന്ന് വന്ന കുട്ടികൾ പറയുന്നത് ദുബായിൽ ഞാൻ 20 കൊല്ലം വിത്ത് വരെ എന്റെ തൊട്ടടുത്ത 4 ആളെ എന്റെ ക്ലാസ്സിലെ 4 ആള് അവരെല്ലാം ഒരാളെ ആണ്. നടുവിൽ വന്നപ്പോൾ 400 പേരാണ്. കാരണം ശാന്തേച്ചിന്റെ അടുത്ത് പോയാൽ ശാന്തേച്ചിനെ കാണാതല്ല, ഹസ്ബൻഡ് എന്ത് ജോലി ചെയ്യുന്നു ചോദിക്കണം. ആ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് പറയണം. മനസ്സിലായോ?
മക്കൾ എവിടെയാ ചെയ്യുന്ന ജോലി, എന്ത് പഠിച്ചിട്ടാ ജോലി കിട്ടിയത്, അതാണ് കരിയർ ഗൈഡൻസ്. കടയിൽ പോയി ചോദിച്ചാൽ പയറിന് എത്ര വില, അരിക്ക് എത്ര വില, പഞ്ചസാരക്ക് എത്ര വില, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരണം. കാരണം ദുബായിലോട്ട് ഇതുവരെ ഒന്നിനും വില അറിയില്ല. ഇതല്ലേ നമ്മൾ പഠിക്കുന്നതാണ്. മനസ്സിലായോ? ആ അത്തരം കുറേ സോഷ്യൽ സ്കില്ലും ഒക്കെ ഇതിന്റെ ഭാഗം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഭാഗമാണ്. അതില്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റുന്ന വിചാരിച്ചാൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, പക്ഷെ ആമേ ബി എ ആമേ എം എ ആമേ അത് ഇതെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ല എം ബി എ അവിടെ വരും വേണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ടീച്ചറോടൊക്കെ ഞാൻ അവിടെ അപ്പോയിന്റ് ചെയ്യും. വിത്ത് ബി എഡ് വരും. ബി എഡ് 2 ആഴ്ചക്കുള്ളിൽ കിട്ടും. പക്ഷെ ബി എഡ് പാസ്സായി ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം. ഇങ്ങനൊരു കുട്ടി ബി എഡ് പാസ്സാകുന്നത് നമുക്ക് തന്നെ നാണക്കേടാണ്. ആ കുട്ടി ഞാൻ അവിടെ അഡ്രസ് എഴുതി തരാൻ പറഞ്ഞിട്ട് അവിടെ അഡ്രസ് എഴുതി തന്നു. ഈ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ബി ടി എമ്മിന്റെ 3ാം ക്ലാസ് ആയിരിക്കും ഇതിനേക്കാളും വലിയ ഹാൻഡ് റൈറ്റിംഗ്. എം ബി എ ഒരു കുട്ടി ഇതുപോലെയാണ് എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് എം ബി എ ആവാൻ പറ്റുമെങ്കിൽ ഞാൻ എന്താ ബി ടി എമ്മിന്റെ പിള്ളേര് ഞാൻ എം ബി എ ഞാൻ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു കുട്ടിക്ക് ജോലി വേണമെന്ന് പറഞ്ഞു, ഹസ്ബൻഡ് മരിച്ചു, ജോലി വേണം, എന്റെ വീട്ടിലും പോകാൻ പറ്റില്ല. ആന്ധ്രയിലൊക്കെ എങ്ങനെയാ വെച്ചാൽ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അച്ഛൻ്റെ വീട്ടിൽ പോകാൻ പറ്റും. ഹസ്ബൻഡ് മരിച്ചതുകൊണ്ട് ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും നീ കാരണമാണ് എന്റെ മോൻ മരിച്ചതുകൊണ്ട് അവർ കുറ്റപ്പെടും. ചെറിയ മോളും പടമൊക്കെ അയച്ചു, ആധാർ കാർഡും പാടും എല്ലാം അയച്ചു. മുണ്ടൂരാ ഞാൻ മുണ്ടൂര് വിജ്ഞാൻ യൂണിവേഴ്സിറ്റിയില് ടെഡെക്സിനും അവിടെ ക്ലാസ്സിൽ ഞാൻ അവിടെ എല്ലാം ചുറ്റിയടിച്ച് ക്ലാസ് എടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ എന്റെ ക്ലാസ്സിൽ അറ്റൻഡ്. അപ്പൊ ഞാൻ വിളിച്ച് ഇന്നലെ പറഞ്ഞു നീ വന്നാൽ എനിക്ക് സർവേ പണി തരാൻ പറ്റും, പക്ഷെ 6 മാസം കഴിയുമ്പോൾ എന്റെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കും, ഇംഗ്ലീഷ് അസലായിട്ട് വരും, നിങ്ങൾ അത്ഭുതപ്പെട്ടു. ഓക്കെ, അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ഒക്കെ പടപടാന്നൊക്കെ എടുത്തോ, പക്ഷെ ബോർഡിൽ എഴുതുമ്പോ ബോർഡിലൊക്കെ എഴുതേണ്ടി വരും. നമ്മൾ അതുപോലെ ടി ടി സാർ, ത്രിവിക്രമൻ സാർ, ഇവരൊക്കെ കീഴിൽ പഠിക്കാൻ പറ്റിയെന്നുള്ളതല്ല, ബോർഡിൽ എഴുതും. എങ്ങനെ അറിയാം? നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ കൺസിഡർ എ സെറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് ആ എക്സ് മാത്രം എഴുതും. ലെറ്റ് ബി ബി എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതി സബ്സെറ്റ് ഓഫ് എക്സ് എ എന്ന് എഴുതി ചെയ്യും. അങ്ങനെ ആദ്യം എ ബി സബ്സെറ്റ് ഓഫ് എ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ആ ഫുൾ ബോർഡിൽ ലാസ്റ്റ് വരെ എഴുതി കഴിഞ്ഞു. Now you can take it out നമുക്ക് letters so that if not why not എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മാത്രം അത് മാത്രം പഠിത്താൽ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണോ ഉള്ളത്. അപ്പൊ ഓരോ വാക്കും പറയുമ്പോൾ ടെക്സ്റ്റുവൽ ക്ലാസ് എന്നാ പറയുന്നത്. അങ്ങനെ ക്ലാസ് ആക്കി അതാണ് ബന്ധം. എത്ര കൊല്ലം മുമ്പ് പഠിപ്പിച്ച മാഷ് അല്ലേ, എന്നെ 35-40 കൊല്ലം മുമ്പ് പഠിപ്പിച്ച മാഷ് നമ്മളെ കാണുന്ന സമയത്ത് എത്രയോ ക്ലാസ്സുകൾക്ക് എന്നെ വിളിച്ചുകൊണ്ട് വരുന്നത് അവരെടുക്കാൻ. മാത്തമാറ്റിക്കൽ സൊസൈറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ കോട്ടയത്ത് ക്ലാസ് ഉണ്ടാകുന്ന ഞാൻ ഹൈദരാബാദിൽ ഒരു മാഷ് വിളിച്ചാൽ, കാരണം അവർക്ക് അറിയാം ഓ ഇവൻ ഒരു എൻറ്റയർലി ഡിഫറെന്റ് സ്ട്രക്ചറാണ്, പ്രസന്റബിൾ ആണ്, സത്യ നോളജുള്ള മാഷുമാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാഷ് നമ്മൾ കാണുകയും പലയിടത്തും കിട്ടും. അപ്പൊ അങ്ങനെ കുറെ നല്ല മാഷന്മാരെ കിട്ടി. അവരിൽ നിന്ന് കിട്ടിയ കുറച്ച് ഭാഗങ്ങൾ കുറേ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ശ്രമിക്കുക. പലയിടത്തും എത്തിക്കുന്നുണ്ട്, എല്ലായിടത്തും എത്തിക്കുന്നു. എത്തിക്കാൻ ഒരു എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലായിട്ട് എനിക്ക് കണ്ണൂരിനെക്കാളും കൂടുതൽ ക്ലാസ് ഉണ്ട്. കോട്ടയത്ത് കണ്ണൂരിൽ ചില സ്ഥലത്തൊക്കെ നല്ല കുട്ടികളൊക്കെ ആണെങ്കിലും ഇവിടെ എന്ന് വെച്ചാൽ കുറേ ക്ലാസ് എടുക്കാനുള്ള ആൾക്കാരുണ്ട്. മോട്ടിവേറ്റേഴ്സ് ഒരു മോട്ടിവേറ്റേഴ്സിനും കാര്യമില്ല. ഞാൻ ഇന്നലെ ദൂരദർശന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. മോട്ടിവേറ്റ് ചെയ്ത് നല്ല ധൈര്യം ഉണ്ടായാൽ മതി എന്നൊക്കെ പറയും. ഏത് JC സാർ പിന്നെ വിജയൻ ഇങ്ങനെ കുറെ ആൾക്കാർ നല്ല ധൈര്യം വേണം മാത്സ് പഠിക്കാൻ. ധൈര്യം ഉണ്ടായ മാത്സ് പഠിക്കാം, ധൈര്യം മാത്സ് പഠിക്കാൻ പറ്റും.
ആ മാത്സ് പഠിക്കാനുള്ള ട്രിക്കും കൂടി പറഞ്ഞു കൊടുക്കണ്ടേ. ഭാഗ്യവശാൽ ഞാൻ മാത്തമാറ്റീഷ്യനാണ്, എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സും മാത്സും ഒക്കെയാണ്. ഇപ്പൊ ഞാൻ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വെള്ളത്തിൽ ചാടി ഞാൻ ചത്തു, കാരണം എനിക്ക് നീന്താറില്ല. നീന്തം പഠിച്ചാലല്ലേ എനിക്ക് ചാടാൻ പറ്റുള്ളൂ, ധൈര്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് നല്ല പ്രശ്നമായിരുന്നു. അവൻ സംസ്കൃതം സ്കൂളിൽ ടീച്ചറാണ്, പ്ലസ് 1 പ്ലസ് 2. അവൻ ഞാൻ എന്നെ പണ്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് നന്ദിനി റിവ്യൂ അതുകൂടെ വന്ന കുട്ടിയാണ്. പിന്നെ റിവ്യൂ കണ്ടാലും ഞാൻ അതിനകത്ത് കമന്റ് റിവ്യൂ ഈസ് മച്ച് ബെറ്റർ ദാൻ മൈ ഇന്റർവ്യൂ. ഞാൻ കൊടുത്ത ഇന്റർവ്യൂവിനെക്കാളും ബെറ്റർ ആണ് അവള്. ഞാൻ എന്ത് വെച്ചാൽ അവിടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, പരിപാടി തന്നെ മലയാളമല്ലേ, നീ റിവ്യൂ എന്തിനാ ഇംഗ്ലീഷ് ചെയ്ത് മലയാളത്തിൽ എഴുതും. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും. അവളെ പറഞ്ഞു ഞാൻ ഇതൊന്ന് എഡിറ്റ് ചെയ്തോളൂ, ഞാൻ ട്രെയിനിലിരിക്കുമ്പോൾ അതൊക്കെ ചെയ്യണം, എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, നീ എഡിറ്റ് ചെയ്തോളൂ, മലയാളം ടൈപ്പിംഗ് ഞാൻ ചെയ്യാം. അപ്പോൾ അവളെനിക്ക് തിരിച്ച് മറുപടി എഴുതി, ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, ഇതിനേക്കാളും നന്നായിട്ട് മലയാളത്തിൽ എഴുതി. ട്രാൻസ്ലേഷൻ നന്നാവില്ല. 30 points to students, 20 points. അതിൽ കുറേ തെറ്റുണ്ട്. അത് അതൊന്നും കൂടി അത് ശരിയാക്കി ശരിയില്ല. അവിടെ അയച്ച സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. അവരൊക്കെ അങ്ങോട്ട് എത്തുന്നത് ഇതേപോലെ ആരോ പറഞ്ഞ് MSc ഒന്നും ചേരാൻ പറ്റാണ്ട് BSc മാത്രം കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പിടിച്ച് ചേർന്നതാണ്. അങ്ങനെയാണ് സെന്റ് ആൽബർട്ട്സ് സ്പേസ് സയൻസ് MScക്ക് ചേരുന്നത്. അവരുടെ വീട്ടിൽ പോയി താമസിച്ചില്ല. അവരുടെ കസിനാണ് ഉമാശങ്കർ. അമൃത TV-യിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാരതദർശന്റെ ഒരു ലേഡി ഇരിക്കാറില്ല. അവർ ഗുരുവായൂരപ്പൻ കോളേജിൽ ടീച്ചറാണ്, സംസ്കൃതം. ഞാൻ അവിടെ ക്ലാസ്സിൽ പോയിട്ടായിരുന്നു. അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇരിക്കാനൊക്കെ എന്നെ കാണാം. ഹൈദരാബാദ് ഹെഡ് ഓഫീസ് എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഓഫീസൊന്നുമില്ല, ഇതന്നെ നമ്മുടെ ഓഫീസ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഡോക്ടർ TPS അടിച്ചാൽ 3 വീട് കാണും. ഒന്നുമില്ല, മറ്റൊന്ന് ഇരിങ്ങാലക്കുട, മറ്റൊന്ന് ഹൈദരാബാദ്. ഈ 3 ഇടത്ത് ഞാൻ താമസിക്കുന്നത് വേറെ സ്ഥലത്തും. ഈ 3 സ്ഥലത്തും ഇങ്ങനെ ആരെങ്കിലും വരുമ്പോൾ കുറച്ച് പേരുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം നടത്തിയിട്ടുള്ള എവിടെയാണ്? കാരണം എന്താ വെച്ചാൽ ഞാൻ അതല്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ല. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്താലേ ഞാൻ വരില്ല. അതാണ് ഒരു ഗുണോ ദോഷം. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇതാണ് പഠിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ കൂടി ഇങ്ങനെ നിൽക്കുക, എന്താ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ലൈവ് ആവണമെന്നാണ് നമ്മുടെ ഇതൊരു 200 കൊല്ലം ഒരു സപ്പോർട്ട് ശരിക്കും പറഞ്ഞ ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം ഞാൻ കാണുന്നത്, എനിക്കിപ്പോഴും ലൈവ് ആക്കാൻ പറ്റും, ശരിക്കും ഭക്ഷണം തരാതാണ്. നാട് ഉപയോഗപ്പെടുത്തുന്നില്ല, നാടിന്റെ നഷ്ടമാണ്. അറിവുണ്ട്, സാറിനെ പറ്റി അറിവുണ്ട്. പ്രേമചന്ദ്രൻ സാറ് എത്ര കൃത്യമായിട്ടാണ് ഒപ്പിയെടുക്കുന്നത്. അങ്ങനെ ക്ഷമയുള്ള ഒരു ടീച്ചേഴ്സിന് കാണുന്നില്ല. അങ്ങനെ ഒരു ഗ്രാസ്പ് അവർക്ക് എല്ലാം അറിയാം. പറഞ്ഞില്ലേ, ഇതാണ് ശരിക്കും പറഞ്ഞാല് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അത് തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെട്ടു. മാറ്റാൻ പറ്റും. കുട്ടികൾ ഭയങ്കര ഇപ്പോഴാണ് ഇവരെ തടയുന്നത്. ഞാനിപ്പോൾ 5 ദിവസം ഞാൻ ശരത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ 3 തരത്തിലെ കുട്ടികളിൽ എനിക്ക് 5 ദിവസം ഇവിടെ എത്തിക്കണം. ഞാൻ അവരെ ഗ്രൂപ്പ് സ്റ്റഡി വെച്ച്, പക്ഷെ അവരെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നു ഒബ്സർവ് ചെയ്യാൻ തീർച്ചയായും ടീച്ചേഴ്സ് വേണമല്ലോ. അല്ല, അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നു. കാരണം ഞാൻ ഇവിടെ
10ാം ക്ലാസ്സിലെ നടുവിൽ സ്കൂളിലെ പിള്ളേരെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഓരോ ചാപ്റ്റർ മാത്രമേ അവരെ പഠിച്ചു. ഫുൾ ട്യൂഷൻ എടുക്കുന്ന ആളല്ല, പിന്നെ ട്യൂഷൻ അല്ല എൻ്റെ പഠിത്തം. അത് ഞാൻ ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ക്യാമ്പിൽ ഹൈദരാബാദിൽ നിന്നും ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരും ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. ഒരു മഹാപാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഒറീസൊക്കെ ആ പൈസ ഹിന്ദി भी सिखाते क्या हम कभी भी नहीं सोचा. ഇത് ആ ഒരു പാട്ട് പഠിക്കാനുള്ള ഇവരുടെ സിലബസിൽ ഞാൻ ഗൂഗിളിൽ നോക്കിയാൽ അസലായിട്ട് പാടുന്ന ഇഷ്ടംപോലെ പാട്ടുകാരെ എനിക്കറിയാം. ഞാൻ പാടില്ല, ഞാനത് വീഡിയോ കാണിച്ചു കൊടുക്കുകയുള്ളൂ. കാരണം ഞാൻ പാടിയത് നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായ? അത് ഓരോ സമയത്തും നിർത്തി പിള്ളേരെ കൊണ്ട് പാടിപ്പിച്ചാൽ ഞാൻ പാടുന്ന ആളാണ്. ആ പിള്ളേര് ഇത് കേട്ടിട്ട് ഇതിനേക്കാളും ബെസ്റ്റായിട്ട് പാടും. അങ്ങനെ 4 പ്രാവശ്യം കവിത പാടിയാൽ ആ കവിതയെ കുറിച്ച് എന്ത് ആഖ്യാനം എഴുതാൻ പറഞ്ഞാലും കണ്ടും ചിന്ത അവർക്ക്. ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഹർഷ അബൂബക്കർ, പണ്ട് 2015-16 അവൾ 9ാം ക്ലാസ്സിൽ ഹിന്ദിയിൽ മാത്രം നോക്കും, ബാക്കി എല്ലാത്തിലും 100. എന്താ ചെയ്യേണ്ട ഭാഷ. അതുകൊണ്ട് അമ്മ ഒരു ലാബിലാണ് വർക്ക് ചെയ്യും. 3 ദിവസത്തെ വർക്ക്ഷോപ്പ് ഞാൻ കണ്ണൂർ നടത്തിയ സമയത്ത് ഡെസ്റ്റിനേഷൻ IAS അവിടെ വന്നിട്ട് അമ്മ എല്ലാ ക്ലാസ്സും ഇവിടെ എന്തെങ്കിലും ഒന്ന് ഹിന്ദി ഇൻക്ലൂഡാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് ഹിന്ദി എക്സാം. അവർക്ക് 96 മാർക്കാണ്. ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ആ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് നമുക്ക് പറഞ്ഞു കൊടുക്കും. അവിടെ ഇപ്പൊ IAS ഡൽഹിയിലാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. നാറാത്തിനടുത്തുള്ള ഒരു വില്ലേജിൽ നിന്ന് ലാബ് ടെക്നീഷ്യനായ ഒരു ഉമ്മയുടെ മോഡ്, ഉപ്പ എന്തോ ബിസിനസ്സുകാരനാണ്. ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഡൽഹിയിൽ BA ഒക്കെ പറഞ്ഞേക്കാം. ആ ഒറ്റ എൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്നു. അവള് ഇരിങ്ങാലക്കുട എൻ്റെ കൂടെ ക്യാമ്പിൽ വന്നു, കൊടുങ്ങല്ലൂർ ക്യാമ്പിൽ വന്നു. ഞാൻ അന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രം, ഇരിങ്ങാലക്കുട ക്ഷേത്രം ഒക്കെ പിള്ളേരെ കാണിച്ചു. പക്ഷെ നിന്റെ എവിടെ എഴുതി വെച്ചിട്ടുള്ള പേടി എന്റെ കൂട്ടല്ലേ വരുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് കൊടുങ്ങല്ലൂര് മോസ്കിൽ പോയിട്ടാ വരുന്നത്. അതിന് തൊട്ട് മുമ്പ് കൊടുങ്ങല്ലൂര് പള്ളിയിൽ പോകുമ്പോ ഞാൻ പറഞ്ഞ ഞാൻ ഹിന്ദു ആണ്, ഞാൻ പള്ളിയിൽ വരുത്തിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട. ആ കുട്ടി വിവേകാനന്ദന്റെ, ഞങ്ങളുടെ വിവേകാനന്ദ കേന്ദ്രത്തിലാണ്. രാവിലെ എഴുന്നേറ്റിട്ട് വിവേകാനന്ദന്റെ മുമ്പിൽ മുട്ടും മുട്ടിട്ട് പറയാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങളോട് ആരും ചെയ്യാൻ അല്ല, പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നും. ഒറ്റൊരു പേര് ഈ കുട്ടി കാണിച്ചത് അത് ഉള്ളൊന്ന് വരട്ടോ. മനസ്സിലായോ? ഞാനത് കണ്ടിന്യൂ ചെയ്തു. അല്ല, ഞാൻ എന്റെ ബന്ധം എങ്ങനെ അറിയാം. ഞാൻ ശാന്തേച്ചി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു കാലത്തും, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് ഞാൻ ശാന്തേച്ചിയോട് കണ്ടിട്ടുണ്ടാവില്ല, വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്യാരണ്ടി. ഒരു ഫാമിലി ഫംഗ്ഷനും ഞാൻ ശാന്തേച്ചിനെ കണ്ടിട്ടുണ്ട്. ഞാനും ശാന്തേച്ചിയായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് തന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് ക്യാമ്പ് നടത്തുന്നത്. കാരണം ടീച്ചർമാരെന്ന് പറഞ്ഞാൽ ഒരു അവേർഷനും എൻ്റെ വിരോധികളും ഒക്കെ ആയിരുന്ന ഒരു കാലത്ത് ജീവിച്ചതാണ്. ഞാൻ ഏറ്റവും പഠിക്കാത്ത കുട്ടിയാണ്. നടുവിൽ സ്കൂളിൽ ഏറ്റവും പഠിക്കാത്തൊരു കുട്ടി എന്ന് പറഞ്ഞാൽ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞിയാണ്. മനസ്സിലായി? അതുകൊണ്ട് ഒരു ടീച്ചർമാർക്ക് നമ്മളോട് താല്പര്യമുണ്ടാവും. നല്ല ടീച്ചർമാരൊന്നും തന്നെ പഠിപ്പിക്കും. ഏറ്റവും മോശം ടീച്ചർമാരാണ് ഏറ്റവും വേഴ്സ് ഡിവിഷനിൽ പഠിപ്പിക്കുന്നത്. 8ാം ക്ലാസ് ABCDEFGയിലാണ് ഞാൻ. G ആണ് ലാസ്റ്റ് ബാച്ച്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അബദ്ധം. അല്ല, ഞാൻ ഇതൊക്കെ ടാഗോറിന്റെ വിഷനുമായിട്ട് സാർ ഇവിടെ ഇരിക്കുന്നു. അതെനിക്കറിയാം. ഏറ്റവും മോശം കുട്ടിയായിട്ട് പുറത്താക്കിയതാണ്. നിന്റെ ഒന്നിനും കൊള്ളില്ല. മനസ്സിലായി? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറെ അനുഭവിച്ചിട്ടുള്ളതാണ്. അത് കുട്ടികളുടെ മാനസികാവസ്ഥയും പഠിക്കാൻ പറ്റായ്മയും ഒക്കെ നമുക്ക് നന്നായിട്ടാണ്. ഇപ്പൊ ഞാൻ ഷറഫിനെ സ്നേഹിക്കുന്നത് ചിലപ്പോൾ എൻ്റെ ഏട്ടന്മാരുടെയോ അന്യന്മാരുടെയോ ഒക്കെ അതേ വൈബ്രേഷനിൽ ഒരാൾ എനിക്ക് കിട്ടുന്നത്. പക്ഷെ എത്രത്തോളം ഷറഫിന്റെ കൂടെ ഉണ്ടോ അത്രത്തോളം ഷറഫുണ്ടോ, ഞാൻ കൂടെ എത്രത്തോളം അത്രത്തോളം. അങ്ങനെ എൻ്റെ കൂടെ വന്നു പോയ ഇഷ്ടം പോലെ ആൾക്കാർ. നമുക്ക് അവരോടൊരു സ്നേഹാധികമോ അല്ലെങ്കിൽ വിരോധമോ
അവർ വരാത്തതുകൊണ്ട് വിരോധം ഒന്നുമില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് ആവശ്യത്തിന് കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവും, പറ്റുന്നത്രയും പറ്റില്ലെങ്കിൽ വരില്ല. അത് യാതൊരു തരത്തിലെ കുറവൊന്നും. അതുകൊണ്ട് ഏടെ വിളിച്ചാലും കാരണം നിൽക്കാൻ പോകും. പോകുമ്പോഴേ നമുക്കറിയാം ഇന്നതൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്താലും നാളെ വർഷം കഴിഞ്ഞ ഉടനെ 8, 9, 10 ക്യാമ്പ് ഞാൻ പിന്നെ അതുപോലെ KG-ന്റെയും PKG-ന്റെയും പാരൻസിനും കൂടെ നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ കോൺസെപ്റ്റ് നമുക്ക് കൊടുക്കും. കാരണം ഞാനിപ്പോൾ സ്കൂളിൽ നടത്തുന്നു ഇപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ പാരൻസ് ഈ മാർക്കിലെ ബുക്സിന്റെ അപ്പുറത്തോട്ട് റേഞ്ച് പോകാൻ സമയമില്ല. ഞാനിപ്പോ ഇതൊന്നും അല്ല മോഡിഫിക്കേഷൻ തുടങ്ങി ഇപ്പോഴൊന്നും. എൻ്റെ മക്കൾ, എൻ്റെ മൂത്ത മക്കൾ, ഞാനൊന്നും നഴ്സറിയോ LKG UKG ഒന്നും പോയിട്ടില്ല. ആദ്യം നഴ്സറിയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനും വർക്ക് ചെയ്തു, വൈഫും വർക്ക് ചെയ്തു. അപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ടാബർ മെറ്റൽ സ്കൂൾ, ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്റ്റൈലിൽ ട്രൗസറിലിട്ടിട്ടുള്ള സ്ത്രീകളൊക്കെ നടത്തുന്ന സ്കൂളാണ്. അവിടെ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ച് അവിടെ കൊണ്ടാക്കിയത്. വലിയൊരു പട്ടി. ആ പട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഭയങ്കര പേടി. അവൻ നേരെ മേശപ്പുറത്ത് കയറിയിരിക്കും. അതുപോലെ നമ്മൾ ഭയങ്കര വരിയിരിക്കണം. നമ്മൾ വരുന്നത് കാത്തിരിക്കും. നമുക്ക് വേറെ രക്ഷയുണ്ട്. ഞാൻ പക്ഷെ പത്ത് സ്കൂളിലേക്ക് ഇൻവോൾവ് ചെയ്യും. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഇതൊന്നും അല്ല പഠിപ്പിക്കണം. ഞാൻ എൻ്റെ മക്കളെ ഞാൻ വീട്ടിൽ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു. അവർക്ക് ഉണ്ടാക്കേണ്ട കുറെ ഗുണങ്ങൾ. ആ ഗുണങ്ങളിൽ ഒരു ഗുണം, ഒരു നീഡിലെടുത്തിട്ട് അതായത് ത്രെഡ് ഉള്ളിലേക്ക് ആക്കാൻ പഠിച്ചാൽ അവർ കോൺസെൻട്രേഷൻ പഠിച്ചു. ഞാൻ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ദ ചൈൽഡ് ക്യാൻ പാസ് ത്രെഡ് ത്രൂ നീഡിൽ യെസ് ഓർ നോ എന്ന് ടിക്കറ്റ് അത് ആഡ് ചെയ്യിപ്പിച്ചു. മനസ്സിലായോ? ഇങ്ങനെ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ. ഈ ഒരു കഴിവ് കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ന്യൂറോ പെർഫെക്റ്റ് ആണ്, ഐ പെർഫെക്റ്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്യാൻ കൊണ്ടൊന്നും വേണ്ട. ഒരു കുഞ്ഞിക്ക് ഒരു നീഡിൽ കൊടുത്തിട്ട് ത്രെഡ് ഇടാൻ പറ്റുമെങ്കിൽ ആ കുട്ടിയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യണം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ഐ സ്പെഷ്യലിസ്റ്റിലേക്ക് കൊണ്ടുപോകും. ഓ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലേ? മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെറിയ സംഭവങ്ങൾ കൊണ്ട് വലിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ സയന്റിസ്റ്റ് ആവില്ലല്ലോ. പേര് കൊണ്ട് സയന്റിസ്റ്റ് ആകല്ല, ശരിക്കും സയന്റിസ്റ്റ്. ഞാൻ സൗദിയിലുള്ള സമയത്ത് കാഠ്മണ്ഡുവില് റിക്രൂട്ട്മെന്റിന് പോകും. ആൾക്കാരെ എടുക്കണം. അപ്പൊ എൻ്റെ കൂടെ ഒരു ഈജിപ്ഷ്യൻ ഉണ്ട്. ഞാൻ കാഠ്മണ്ഡുവില് ഇതിന് പോയപ്പോൾ പ്ലംബർ സ്കഫോൾഡേഴ്സിനൊക്കെ ഇറങ്ങി. അപ്പോൾ കുട്ടികൾസ് കുറച്ച് പ്ലംബേഴ്സിനാണ്. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. പിന്നെ അതിന് പ്രശ്നമൊക്കെ PSI എന്ന ആൾക്കാർ എന്നുവെച്ചാൽ കുട്ടികളെന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് ഈ ഈജിപ്ഷ്യൻ കൂടെ വിളിച്ചത് ഞാൻ നല്ല മാറ്റിയിരുന്നു. ഇവരൊരു 4-5 പൈപ്പ് ഒരു ആക്ഷൻ ബ്ലേഡ് അവിടെ വെച്ചു കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അന്തർപ്പൊട്ടി ഒരു ചോദ്യമില്ല, കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കും. കറക്റ്റ് ആണെങ്കിൽ ഓ പാസ്. പറയുന്നത് ഒരു NTTF ഉണ്ട്, നെറ്റ്വർക്ക് ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ. അതിന്റെ ഡയറക്ടറിന്റെ കസിൻ ബ്രദറാണ് ചന്ദ്രൻ. അവിടെ ഇങ്ങനെ ആളെ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കിൽ ഉണ്ടോ. നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ, 1.5 ഇഞ്ച്, 1 ഇഞ്ച്, 3/4 ഇഞ്ച്, അങ്ങനത്തെ കുറെ പൈപ്പ്. അതിനകത്തേക്ക് കറക്റ്റായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന റോളേഴ്സ് ചിലർക്ക്. ഓക്കെ, ഒന്ന് തെറ്റിയാൽ 2 തെറ്റി. കാരണം ഞാൻ 3/4 എടുത്തത് 1 അത് പോവുമല്ലോ. 1 അത് പോവും. പോയി കഴിഞ്ഞാൽ 3/4 തെറ്റി, 1 തെറ്റി. ഒരു പ്രാവശ്യം എത്രയാണ് കറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വരില്ല. ഇങ്ങനെ കറക്റ്റ് ആൾക്കാർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആക്ഷൻ ബ്ലേഡും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. ഇത്ര തിയറി പഠിച്ചിട്ടും കാര്യം ഇത് മാത്രം മതി എന്നുള്ള കാര്യം ഇന്നലെ മനസ്സിലാക്കുക. ഒന്നും ചെയ്യണ്ട, ഒരു ടെസ്റ്റും വേണ്ട. കാരണം പഠിക്കും. ഇപ്പം നമ്മളുടെ എങ്ങനെ ത്രെഡ് കയറ്റാം നമ്മുടെ പാരൻസ് കിട്ടുന്നത് ഇപ്പോഴും തിയറിയിലാണ്. കുട്ടിക്ക് അല്ല, പക്ഷേ അറിയാം, ഞാൻ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് അങ്ങനെ തന്നെ മാറ്റാൻ പറ്റില്ല. സിലബസും സബ്ജക്റ്റും അതാണ്. അപ്പോൾ അതില് ടീച്ചേഴ്സ് അല്ല, അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ സ്കൂളില് LKG 40 കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ 2 ബാച്ചാണ് നടത്തുന്നത്. അതിന് 20 കുട്ടികൾ അല്ലെങ്കിൽ 10 കുട്ടികൾ, 1ാം ക്ലാസ്സിൽ 5 കുട്ടികൾ, അങ്ങനെ സെലക്ടഡ് കുറച്ച് കുട്ടികൾ. യു വിൽ പുട്ട് ദം ഇൻടു 1 ക്ലാസ്. അതൊരു ദിവസം ആഴ്ച ഒരു ദിവസം അവർക്ക് ഔട്ടിങ്. നമ്മൾ എന്തിനാണ് ആനുവൽ ഡേ, സ്പോർട്സ് ഡേ ഒക്കെ നടത്തുന്നത്?
അത് വർഷത്തിൽ ഒരു ദിവസം നടത്തിയാൽ മതിയോ? എന്തുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നടത്തിക്കൂടാ? ഇതാണ് എന്റെ ചോദ്യം. ഇത് നിങ്ങൾ ഈ ആനുവൽ ഡേ നടത്തുന്നത് ഇവർക്ക് എക്സ്ട്രാ കരിക്കുലർ സ്കിൽ ഉണ്ടാക്കാനാണ്. സ്പോർട്സ് ഡേ നടത്തുന്നത് വർഷത്തിൽ ഒരു ദിവസം ഉണ്ടായാൽ മതിയോ? എക്സിബിറ്റ് ചെയ്യാൻ മതിയോ? എക്സിബിറ്റ് മാത്രമാണ് പ്രദർശനം മാത്രമേ ഉള്ളൂ. അത് ഞാനിപ്പോ അങ്ങനത്തെ പ്രോഗ്രാമിൽ വിളിച്ചാൽ ആനുവൽ ഡേ ഗസ്റ്റ് ആയിട്ട് വിളിച്ചാൽ വരില്ല പറയും. എന്താ കാരണം? സാർ തുറന്നു പറയും. ഞാൻ എന്താ കാരണം വെച്ചാൽ ആനുവൽ ഡേയിൽ നമ്മൾ പോകുമ്പോൾ എല്ലാ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണ് സാധാരണ ഡാൻസും പ്രാഗോടിക്കാൻ. അവരൊക്കെ മേക്കപ്പ് റൂമിലും അവിടേക്കാണ്. നമ്മുടെ മുമ്പിലിരിക്കുക ഏറ്റവും ഡള്ളായിട്ട് ഒരു പരിപാടിക്ക് ഒന്നിനും കൊള്ളാത്ത കുറച്ചാണ് അവരുടെ പാരൻസ്. ഇപ്രാവശ്യം ഞാൻ പഞ്ചാബിൽ പോയ സമയത്ത് അവരുടെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ലോണം മനക്കെട്ടിട്ട് പിള്ളേരൊക്കെ റെഡിയാക്കി. അപ്പൊ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഡാൻസ് പ്രാക്ടീസിലാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ. ഞാൻ ചോദിച്ചാൽ അവരെ കൂടെ അവർക്ക് ഇരുന്നാലും ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഈ ഡയലോഗ് പറയാറില്ല. ആ ടെൻഷനിലാണ്. അപ്പൊ നമ്മളെല്ലാ ആർട്ടും പ്രദർശനത്തിലും ടെൻഷനോടുകൂടി ചെയ്തു അവർ എൻജോയ് ചെയ്യുന്നു. അത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യിപ്പിച്ചു വിചാരിക്കും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ആനുവൽ ഡേ ഉണ്ടെന്ന് വിചാരിച്ചു. ആനുവൽ ഡേ വേണ്ട, വീക്ക് ഡേ. അല്ല, നമുക്ക് ഉണ്ടായില്ലേ സാർ? പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം സാഹിത്യ സമാജം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രൈഡേയിൽ ലാസ്റ്റ് പീരീഡ് സാഹിത്യ സമാജം പിന്നെ റിപ്പോർട്ടറിൽ ദിനേഷ് എന്തോ പറഞ്ഞ പോലെ ഞാനൊക്കെ ഈ സ്കൂൾ രാഷ്ട്രീയത്തിലുള്ളത് കൊണ്ടാണ് ഈ അവസ്ഥയിൽ ഇന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. നേരെ ഒരു പെണ്ണുണ്ടല്ലോ അതൊക്കെ BJP-ക്ക് ഞാനൊക്കെ പഠിച്ചിട്ടാണ്. അല്ലാണ്ട് രാഷ്ട്രീയത്തിൽ കയറിയിട്ടല്ല ഈ ഗഡ്സ് ഉണ്ടായത്. സാഹിത്യ സമാജത്തിൽ പോയിട്ടൊന്നല്ല. ഞാൻ പഠിച്ചിട്ടല്ല. നിങ്ങൾ സാഹിത്യ സമാജത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല. അതാണ് അവളെ അടിക്കുന്നത്. ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ഇവരെ ഇതില് ഓൾറെഡി ഇത് പലരും ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പുറമായിട്ട്, പക്ഷെ ഇതിന് ടീച്ചേഴ്സ് ആണ് വരുന്നത്. അല്ല, ഞാൻ ടീച്ചേഴ്സ് നോക്കണ്ട. ഞാൻ പറഞ്ഞ പാരന്റ്സിനെയും കുട്ടികളെയും വന്നാല് ടീച്ചേഴ്സും ഓട്ടോമാറ്റിക്കലി വരും. അവർക്ക് റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. പിന്നെ ഡോക്ടർ TPS ടീച്ചേഴ്സിനൊക്കെ ഒരു ധാരണയുണ്ട്. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഞാൻ വഴക്ക് പറയാണ്ട് നേരിട്ട് പറയും. അതിപ്പോ രാവിലെ ഒരു ഡോസ് പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രാവിലെ ഡോസ് കൊടുക്കും. അതൊരു ആ ഒരു മെന്റാലിറ്റി അങ്ങനെ ആയതുകൊണ്ട് അതൊരു മെത്തേഡാണ് സാറിന്. ഞാൻ പറഞ്ഞ അങ്ങനെ പാടില്ല. ഇപ്പൊ ഷരഫിന്റെ കൂടെ 14 കൊല്ലം വർക്ക് ചെയ്യുന്ന ഒരാളെ പറ്റി ഞാൻ ഈ 2-3 പ്രാവശ്യം ഇടക്കിടക്ക് കണ്ടതുകൊണ്ട് ഒരഭിപ്രായം പറയണം. അവനൊന്നിനും കൊള്ളില്ല. അത് പറയുമ്പോ ഈ പറയുന്ന ആളെ കുറിച്ച് ഷരഫിന് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. ഇവരിങ്ങനെ എല്ലാരെ കുറിച്ചും പറയാം. അപ്പൊ ഞാൻ ആരെ കുറിച്ച് എന്ത് പറഞ്ഞാലും വിലയൊന്നും ഉണ്ടാവില്ല. അല്ല, അത് ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടല്ലേ വന്ന് പറഞ്ഞത്. ഞാൻ വഴക്ക് പറഞ്ഞതുകൊണ്ടല്ലേ വന്ന് പറഞ്ഞത്. ആ കറക്ഷൻ എനിക്ക് വേണ്ടു. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആ കറക്ഷനാണ് എനിക്ക് വേണ്ടത്. പക്ഷെ അതൊക്കെ പറഞ്ഞത് കൊണ്ട് എന്തായി അറിയാം. ആ പറഞ്ഞത് കൊണ്ട് നീ എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. അവരല്ലെങ്കിൽ സംഭവം നടക്കണം. അതാണ് സാറിന്റെ. അല്ല, ഞാൻ ആ കുട്ടിയെ വഴക്ക് പറയുമ്പോ ഞാൻ എല്ലാരും വഴക്ക് പറയില്ല. അതിനെക്കാളും മോശം വേറൊരു കുട്ടിയുണ്ട്. പക്ഷെ അതിനെ പറഞ്ഞാൽ അത് ഓടും. അതിനെ പറഞ്ഞാൽ ഓടില്ല. നാളെ വരും എന്ന് എനിക്ക് ഉറപ്പുള്ളപ്പോഴാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവാണ് നമ്മുടെ വിവേചന ബുദ്ധി. അതുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇപ്പൊ നാരായണൻകുട്ടീനെ വഴക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ നാരായണൻകുട്ടീനെ തൊട്ടടുത്തിരിക്കുന്നവർ നല്ലോണം പറയും. അപ്പൊ നാരായണൻകുട്ടി അല്ല, ഇവിടെ കുറേ കുട്ടികളുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. 250ഓളം വീഡിയോസ് 2 മണിക്കൂർ വീഡിയോ 500 മണിക്കൂർ വീഡിയോ ആണ്. ഇപ്പൊ അതിനേക്കാളും ക്ലീനാണ്. കുറെ മനക്കെട്ട് ഇന്നത്രയൊന്നും ക്ലീൻ അല്ല. ഇന്ന് വന്നിട്ട് അവിടെ കത്തിച്ചു സംഭവം ക്ലീൻ ആക്കാൻ പറ്റും.
പക്ഷെ മറ്റേ പടത്തിലേക്ക് കയറി ഞാൻ ഓടിച്ചാടി മാനേജ്മെന്റിന്റെ പ്രശ്നമില്ല. അല്ല ഞാൻ പറയുന്നത് ഈ 4 ദിവസം ഞാൻ ഇവിടെ എടുത്ത് 27, 28, 29. 27 ഞാൻ നാളെ ഇന്ന് മുതലുണ്ട്. ഞാനൊക്കെ സാധാരണ പ്രതീക്ഷിക്കുന്നത് വെച്ചാല് വന്ന അപ്പം മുതൽ ഈ ക്ലീനിങ് അല്ല എൻ്റെ ഡിപ്പാർട്ട്മെന്റ്, അതൊന്നും എനിക്ക് യാതൊരു ബാധകമല്ല. ഇതിൽ കൃത്യമായിട്ട് പറയല്ലോ, ഇതിൽ ടീച്ചേഴ്സ് കൊണ്ടെടുക്കുന്നില്ല. ഞാൻ ATMന്റെ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് സമ്മർ ക്യാമ്പെന്നൊരു അല്ല ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ അയച്ചവർക്കൊക്കെ അയച്ചിട്ടുള്ളത് BTMന്റെ ആഭിമുഖ്യത്തിനുണ്ട്. ഞാൻ കുറെ പേർക്ക് അയച്ചിട്ടുണ്ട് എന്റെ കോണ്ടാക്ട്. പക്ഷെ നടുവിൽ ആരും ഇങ്ങനെ സംഭവം കിട്ടി അത് വായിക്കില്ല, അവരത് നോക്കിയിട്ടുണ്ടാവില്ല. ഉറപ്പാണ്. കാരണം അത് ബി ടീമായി പോയി അല്ലേ? ബി ടീമായി പോയി എ ടീം ആവണല്ലേ? അങ്ങനെയുള്ള ടീച്ചേഴ്സ് തിരിച്ചറിയാം. അത് ബോധ്യപ്പെടുത്താനാണെങ്കിൽ നേരിട്ട് എടുക്കുമ്പോൾ ഞാൻ എന്ത് പറ്റുന്ന വെച്ചാല് നമ്മള് അവരെ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാല് ആ കുട്ടികളിൽ നമുക്കൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ ഹാൻഡ് റൈറ്റിംഗ് മാറ്റും, അവരുടെ റൈറ്റിംഗ് സ്കില്ല് മാറ്റും, റിപ്പോർട്ട് എല്ലാ ദിവസവും റിപ്പോർട്ട് എഴുതും. അല്ലെങ്കിൽ ഞാൻ MBAക്ക് ജോലി വേണമെന്ന് പറയുന്നതൊക്കെ എനിക്ക് MBA ഹൈദരാബാദിൽ ഏതെങ്കിലും വിളിച്ച് പറഞ്ഞ ഒരു MBAക്ക് 10,000 രൂപ ജോലി കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് തന്നെ കൊടുക്കാം. എനിക്ക് തന്നെ ഇഷ്ടം പോലെ എവിടെയെങ്കിലൊക്കെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപ എനിക്ക് ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഞാൻ 15,000 കൊടുക്കും. പക്ഷെ ആദ്യം അതിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് അതിനാണ് ഒരു എഴുതിയിട്ട് ഇങ്ങനെ അയക്കാൻ പറ്റും. ആ എഴുത്ത് കണ്ടാൽ നമ്മൾ ആളെ പിടിക്കും. അത് കുറ്റപ്പെടുത്താനല്ല, അത് ഇമ്പ്രൂവ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് 6 മാസം എൻ്റെ അടുത്ത് നിന്നാൽ ഐ വിൽ ചേഞ്ച്. Then you can do whatever you want. ഈ എഡ്യൂക്കേഷൻ ഈസ് വെരി സിമ്പിൾ. കാരണം ആന്ധ്രയിലൊക്കെ എല്ലാ ലേഡീസിനും പ്രൊഫഷണൽ കോളേജുകളും ഫ്രീ ആണ്, ഗവൺമെന്റ് ആണ് ഫീസ് കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ബിടെക്കും അല്ലേ കുടിച്ചുവാ. എന്ത് സോപ്പാ ഉപയോഗിച്ചു? ചെറിയ സംഭവം ഗൾഫിലല്ലേ ഉപ്പ. എനിക്കൊരു പണി അവിടെ ഒരു ഡബ്ബയിൽ എന്തോ സാധനം കൊണ്ടുവന്നു. അതല്ല തൊട്ട് മുമ്പിൽ ചെറുതൊന്നും കാണില്ല, വലിയ തുറക്ക്. ഒരു ടീച്ചർ പറഞ്ഞാലേ കുറെ കുട്ടികളെ എല്ലാവർക്കും കൊടുക്കും. ഇങ്ങനെ കാണിക്കാനേ എടുത്തു കൊടുക്കണ്ട. ഡബ്ബ കാണിക്കുവേ കുട്ടികളുടെ വളർച്ച ഒരിക്കലും കൈ കൊണ്ട് എടുത്തു കൊടുക്കും. ഞാൻ പറഞ്ഞ തെറ്റൊന്നുമില്ല. ഡബ്ബ കാണിച്ചു എടുത്തു അത് അവര് കുട്ടികളുടെ സാധ്യതകൾക്ക് തടസ്സം നിൽക്കുകയാണ്. നമുക്ക് ഇന്ന് കോണ്ടാക്ട്സിലൊക്കെ സാറിന്റെ നമ്പറിന്റെ ആവശ്യമാണ്. കീപ് ഇൻ ടച്ച്. ഇനിയും വേണം. വാ ടെംപ്റ്റിക്കാനുള്ള കഴിക്കാൻ എന്താ സാധനം? ഇത് ഇല്ല പേട. മിൽമയാ? ഇന്നത്തെ കൂലിയ ഇട്ടാ രാവിലെ പണി ചെയ്ത് ഇതാണ് സംഭവം. സൂര്യജിത്ത് ചന്ദ്രനും സൂര്യനും സൂര്യനും ചന്ദ്രനും എല്ലാ പേരുകളും പിന്നെ പേരിലൊരു ഭയങ്കര ഒരു ഇതുണ്ടല്ലോ. പേരെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലോ. പ്രേമചന്ദ്രൻ ഇവിടെ വന്ന സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു സ്റ്റുഡന്റ് ഞാനന്ന് എയർപോർട്ട് കൺസ്ട്രക്ഷൻ നടക്കാം കണ്ണൂർ നടുവിൽ ഹൈസ്കൂളിന്റെ സ്കൂൾ ബസ് ഞാൻ എയർപോർട്ടിലൂടെ ഓടിച്ചു. എന്നിട്ട് എയർപോർട്ടിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നടക്കാതെ പഠിപ്പിച്ച് റിയ എന്ന് പറഞ്ഞൊരു കുട്ടി കളിച്ചു നടത്താം. എൻ്റെ ഫാമിലി ഞാൻ ഓക്കെ. അവളിപ്പോൾ ദുബായിൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ. തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൊളീഗാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ ഓഫ് ദ എഞ്ചിനീയറിംഗ് കോളേജ്. അങ്ങനെ ക്ലാസ് എടുക്കാൻ വിളിച്ചപ്പോഴാണ് കുറച്ച് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പ്രോജക്റ്റ് ചെയ്യണം എൻ്റെ കീഴിൽ. മട്ടന്നൂരിൽ വീട്ടിലെ ഇന്ന് തരാൻ പറ്റില്ല. ഞാൻ അവൾക്ക് ഇന്നലെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മുതൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഈ പറഞ്ഞതുപോലെ ഏത് സ്കൂളിലേക്ക് പോകണമെങ്കിലും ഇപ്പൊ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഏത് കുട്ടിയുടെ പേരിലും ടി സി TC കൊടുക്കണം എന്ന് ഇപ്പൊ പറയുന്നത്. 3ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ടി സി വേണം ചെയ്യും. 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോ ധാരാളം അറ്റൻഡൻസ് രജിസ്റ്റർ ചെക്ക് ചെയ്യും. സ്കൂളിന്റെ ബാനർ വേണമെങ്കിൽ ഒരു ടൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കും അവർ വരും. അതാണ് ഞാൻ ഈ ഫീൽഡ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തു വിചാരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനതാ പറഞ്ഞത്, നാളെ വിജില ഇവരെ സപ്പോർട്ട് ചെയ്യും. എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? ആ സ്കൂളിന്റെ മുമ്പിൽ BTM സ്കൂളിന്റെ ഫീൽഡ് സ്കൂളാണ് എഴുതിയാൽ BTM സ്കൂളിന്റെ അഡ്വർടൈസ്മെന്റ് മനസ്സിലായി. ഇതാണ് ഞാൻ എല്ലാ ലോവർ KG സ്കൂൾസ് ഉണ്ടല്ലോ ചുറ്റുമുള്ള അവരെയൊക്കെ നിങ്ങൾ അഫിലിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ സ്കൂളാക്കിയിട്ട് മാറ്റാം. അഫിലിയേഷൻ മാത്രമേ ഉള്ളൂ. ദ ഫീഡർ സ്കൂൾ ഓഫ് BTM സ്കൂൾ 10 സ്ഥലത്ത് വെച്ചാൽ BTM-ന് ഭയങ്കരമായിട്ട് പേരെ മട്ടന്റെ ഒരു BTM. ഇതാണ് ഞാനിപ്പോ ഗുജറാത്തിലൊക്കെ ചെയ്യാൻ പോകുന്നത്. സാർ അതുപോലെ പിന്നെ ആർട്ട് ഓഫ് ലിവിങ് ശ്രീ ശ്രീജേഷ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ചെറു സ്കൂളുകൾ ഫീഡർ സ്കൂളുകളായിട്ട് തമിഴ്നാട്ടിൽ ഇത് പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. ഫീഡർ സ്കൂൾസ് ബിഗ് കൺസെപ്റ്റ് ഇൻ അബ്രോഡ്. കാരണം ചെറിയ കുട്ടികൾ കുറേ ദൂരം യാത്ര ചെയ്യരുത്. 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് 8ാം ക്ലാസ്സിലെ കുട്ടി വരുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ നഴ്സറി LKG കുട്ടി എന്തിനാ വരുന്നേ? അതുകൊണ്ട് അങ്ങനെയാണ് ഫീഡർ സ്കൂൾ പറയുന്നത് അല്ലേ? ആ അവർക്ക് ആ സ്കൂളിനെ ഈ കുട്ടികളെ കൊണ്ടുപോകും. സ്കൂളിന്റെ ഫീഡ് ചെയ്യും. അതാണ് അങ്ങനെ ഫീഡ് ചെയ്യും. അപ്പൊ ആ ഇപ്പൊ പോത്തുകൊണ്ടുള്ള നമ്മളൊരു യങ്സ്റ്റേഴ്സ് ആയിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർ, 10ാം ക്ലാസ് കഴിഞ്ഞവർ, 12ാം ക്ലാസ് കഴിഞ്ഞവർ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർ, ഇവരെ ഓരോ ലെവലിലും ഞാൻ ഓരോ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് എന്റെ പ്രോഗ്രാമിലുണ്ട്. ഓക്കെ, അതാണ് ജൂനിയർ മെന്റർ, സീനിയർ മെന്റർ, മാസ്റ്റർ മെന്റർ ഗ്രേഡ് കൂടും. അത് നമ്മൾ ഇവിടെ വെച്ചിട്ട് അവരുടെ ആക്ടിവിറ്റിയും അവരുടെ ത്രില്ലും ഒക്കെ നോക്കിയാൽ ഐ ക്യാൻ ഗ്രേഡ്. പിന്നെ ഇവരെ ഞാൻ യോഗ യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്കാസിന്റെ കീഴിൽ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കാം. അപ്പൊ അവർക്ക് വെക്കാമല്ലോ യോഗ യൂണിവേഴ്സിറ്റി മെന്ററിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി നോക്കാൻ. അതിൽ എൻ്റെ കുറേ ഉണ്ട്. വേൾഡ് സോഷ്യൽ ക്രാഫ്റ്റ് ഫൗണ്ടേഷൻ ഉണ്ട്, എൻ്റെ ശിക്ഷാ ഗുരുകളുണ്ട്, ഇപ്പൊ ബ്ലൂമിങ് ഇറ ഉണ്ട്, മെന്റൽ കെയർ ഓഫ് ഇതിന്റെ എല്ലാം വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഇല്ല. ആ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ട് അവർ ചെറിയൊരു സ്കൂൾ നടത്തുമ്പോൾ അവർക്കൊരു വരുമാനം കിട്ടി. ഗ്യാരണ്ടീഡ് നിങ്ങളുടെ അടുത്തേക്ക് വരും 4ാം ക്ലാസ്സിലേക്ക്. മനസ്സിലായോ? അപ്പൊ തൊട്ടടുത്ത വീട്ടിൽ 3ാം ക്ലാസ്സിൽ കുറേ ദൂരത്ത് പോകുന്ന കുട്ടികളൊക്കെ അവർ വിത്തിട്ട് നിങ്ങളുടെ സ്കൂളിലേക്ക് ചേർക്കും. അതെങ്ങനെ ചേർക്കണം? നമ്മൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് പഠിപ്പിക്കണം. ആ പഠിപ്പിക്കുന്ന ക്യാമ്പ് ഞാൻ അത് ഇടക്കിടക്കേ നടത്തിയിട്ട് ഇപ്പം ഇദ്ദേഹം ഒരു ഫീഡർ സ്കൂൾ നടത്തും, നിങ്ങളൊരു ഫീഡർ സ്കൂൾ നടത്തുന്നത് കഴിഞ്ഞാൽ ഞാനിവിടെ വരുന്ന സമയത്ത് ആ ഒരാഴ്ച നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരാം, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ വരുമ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ എക്സ്ട്രാ ഓർഡിനറി അവരാണ് നിങ്ങളുടെ ആർട്ടും പ്രോഗ്രാമും ഡാൻസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ പ്രദർശിപ്പിക്കും. നിങ്ങളും പ്രദർശിപ്പിക്കും. നമുക്ക് കുറേ ഹട്ടുകളുണ്ട് ചുറ്റും. ആ ഓരോ ഹട്ടുകളിലും നമ്മൾ ഇത്തരം ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഗ്രാംസ് മനസ്സിലായി. ഇപ്പൊ ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ വേണ്ടി വിചാരിച്ച് മാത്രമല്ല ചെയ്തത്. അടുത്ത സ്റ്റെപ്പ് ഇത് വേണം എന്നുള്ള ധാരണ എന്റെ മനസ്സിലുണ്ട്. അതിപ്പോ ഈ വെക്കേഷനെ ചെയ്യാൻ പറ്റൂ. ഇത് ചെയ്തില്ലെങ്കിൽ പോയി മനസ്സിലായി. ഇനിയിപ്പോ ഞാൻ നമ്മൾ കൊടുക്കുന്ന ഓരോ സ്ഥലത്തും ചെയ്യുന്ന പ്രോഗ്രാം നമുക്ക് വീഡിയോ അയച്ചു കൊടുക്കും. സാധ്യത എല്ലാവർക്കും ഉണ്ട്. സന്നദ്ധതയും കൂടി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇപ്പൊ തീരുമാനം എടുക്കണം. BTM-ല് പിന്നെ പോകണോ വേണ്ടിയോ? നമ്മൾ ഓൾറെഡി മൈൻഡ് സെറ്റായി സിറ്റ് സെറ്റ് ഗെറ്റ് താഴെയുള്ള സബോർഡിനേറ്റിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് അതേപോലെ ഡയറക്റ്റ് തീരുമാനം നാളേക്ക് വെക്കരുത്. തീരുമാനം ഇന്നെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ചെയ്യുന്നില്ല പിന്നെ ആരും ചെയ്യില്ല. ഇതൊക്കെ അറിയില്ല. ഈ സാധ്യത വേറെ ഞാൻ പറയുന്നത് ഇവിടെ മാത്രമല്ല, അത് ഗുജറാത്തിലായാലും കാശ്മീരിലായാലും എവിടെ പോകുമ്പോഴും 5 പൈസ മേടിക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് മൈ സോഷ്യൽ സർവീസ്. മനസ്സിലായോ? അത് ലോകത്തിന്റെ പല ഭാഗത്തും, ഇന്ത്യയിൽ മാത്രമല്ല അബ്രോഡിലും പല സ്ഥലത്ത് പോകുന്നതൊക്കെ അവരെ സെർവ് ചെയ്യാൻ അവരെ കേപ്പബിലിറ്റിയുടെ. കാരണം ഐ ആം റിച്ച് ഫോർ മൈ കപ്പ് ഓഫ് ടീ. എനിക്ക് ബാങ്ക് ബാലൻസ് കുറെ ഉള്ളതുകൊണ്ടൊന്നല്ല, പക്ഷെ എൻ്റെ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും എനിക്ക് ആവശ്യം വന്ന ബാങ്ക് ബാലൻസ് ഉള്ളവർ എനിക്ക് അറിയുമല്ലോ. അതുപോലെ
പ്രകാരം അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ നമ്പർ 9747578308 ഫാമിലിയൊക്കെ പിന്നെ 2 കുട്ടികളുണ്ട്. ഒരാൾ 3ാം ക്ലാസ് കഴിഞ്ഞു, മറ്റേയാൾ 2.5 എവിടെ പെരുമ്പട പെരുമ്പടവാണ്. പക്ഷെ ഇപ്പോ താമസിക്കുന്നത് പറവൂർ, മാധവകര പറവൂർ, പാണപ്പുഴ പറവൂർ. അവിടെ ടി ടി ഇല്ലേ, അത് മാധവ കുറ്റൂർ. ഇത് പിന്നെ ഏരിയം കേട്ടിട്ടുണ്ട്, ഏരിയം സൈലന്റ് 9747 578308 ഞാനിപ്പോ ചെയ്യാന്ന് വെച്ചാല് ബർത്ത്ഡേ മിഞ്ഞാന്ന് ഞാൻ ഇന്നലെ റേഡിയോ ടി.വിയിൽ പ്രോഗ്രാമുള്ള സമയത്ത് ബർത്ത്ഡേ എത്ര സ്കൂൾസിൽ സീസ്പിരസി കോൺസ്പിരസി എന്ന സിനിമകൾ കാണിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല ഭാഷ. അങ്ങനെ ഇന്റർനാഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ലേ, നമ്മളെന്ത് ഗ്ലോബൽ തോട്ടുള്ളവരാണ്. മിഞ്ഞാന്ന് പറഞ്ഞതല്ലേ അത്? ആ അതാ നേരത്തെ ഒരു പുറത്തുള്ള ട്രീറ്റ്മെന്റ് മാത്രം. അപ്പൊ നമ്മൾക്ക് അറിയണം. ഇത് പറഞ്ഞില്ലേ ASO, പെർഫോമൻസ് ഈക്വൽ ടു ASO, ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? സ്കില്ലില്ലാത്തതൊന്നുമല്ല, ആറ്റിറ്റ്യൂഡിന്റെ കുറവ് തന്നെയാണ് അല്ലേ? എവറിഥിങ് ആറ്റിറ്റ്യൂഡ്, എവറിഥിങ് അല്ലേ? നമ്മുടെ ടവർ പോയതിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നമ്മളൊന്നും കൂടി പുറത്താക്കി തൽക്കാലത്ത്. ഞാൻ പറഞ്ഞില്ല ഒരു മണിക്കൂർ ഞാൻ പറഞ്ഞത് വിളിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞത് പോലെ നടക്കൂല. അവരാണ് വിളിച്ചത്, ഞങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടതല്ല. പറഞ്ഞ ഒന്ന് ഗവൺമെന്റ് സ്കൂള്, 2 ടീച്ചേഴ്സ് PTA. PTA ല് T ഉണ്ടല്ലോ. ഈ പണം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ 1000 രൂപ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ 100 രൂപ പറഞ്ഞാൽ തന്നെ ഭാഗ്യം. 100 രൂപ ഞാൻ 5 കൊല്ലം മുമ്പേ പറഞ്ഞു. അതോടുകൂടി അദ്ദേഹം ഫോൺ എടുക്കുക, ഈ HM ഫോൺ എടുക്കാതെ ഞാനൊരു മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന് ശത്രുവായി. ഞാൻ മെസ്സേജ് അയച്ചു. ഞാനിത് ആനന്ദം ഭാഷക്ക് ഒരു മെസ്സേജ് അയച്ചു. അല്ല, ഞാൻ വിളിച്ചില്ലല്ലോ. ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്, ഞാൻ എന്തിനാണ് തളിപ്പുറത്തിന് വേണ്ടി ചെയ്യുന്നത്, നടുവിന് വേണ്ടിട്ടല്ലേ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ടാഗോറിന്റെ അല്ല ടാഗോർ ഇല്ല, അത് ഗവൺമെന്റ് സ്കൂളാണ്. പക്ഷേ അവിടെ തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, he cannot do anything unless you say yes. മാനേജ്മെന്റിൽ നിങ്ങൾ യെസ് എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന് ഇനീഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ സംഭവം നടക്കും. ഇപ്പൊ ബാരിയറായിട്ട് നിൽക്കുന്ന ഒരൊറ്റ വിഷയമുള്ളൂ, അത് പ്രിൻസിപ്പാളിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ മാനേജ്മെന്റും ഇത് ഫുൾ സപ്പോർട്ടാണ്. ഇതിവിടെ ഇതിലിപ്പോ ഉള്ളത് അവരാണ് ചെയ്യുന്നത്. അതിന്റെ അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു ഇതിൽ എല്ലാ ടീച്ചേഴ്സും വരണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. താല്പര്യമുള്ള 3 ടീച്ചേഴ്സ് 4 ടീച്ചേഴ്സ് വന്നാല് അവർ ഇംപ്ലിമെന്റ് ചെയ്തു. താല്പര്യമില്ലാത്തവർ വരാതിരിക്കുന്നതാണ് നമ്മുടെ നമ്മുടെ ത്രിവിക്രമൻ സാറില്ലേ അന്ന് പോയ, ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയില് കലാപരിപാടികളാണ്. ഞാനാ പോയി പറയും, മോണോ ആക്ട്, ഡ്രാമ എല്ലാം വേണം. മാത്തമാറ്റിക്സ് MSc പഠിക്കുന്നവർക്ക് ഈ കലാപരിപാടി നടത്തുമെന്ന് പറഞ്ഞിട്ട് മാഷ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ടില്ലേ, നമുക്ക് നടത്താന്നൊക്കെ പറയും. എന്നിട്ട് പറയുന്നത് 4 ടീച്ചർമാർ ഓപ്പോസിറ്റ്. ഓക്കെ, അവരെ ഫുള്ള് ഇഗ്നോർ ചെയ്യും, ബാക്കിയെല്ലാം നമ്മളേക്കും. എന്നിട്ട് അവസാനം ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ ഒരു വാക്ക് പറയും, എന്നറിയാം, ശരിക്കും 4 ടീച്ചർമാരെ ഇതിനെയൊക്കെ ഒപ്പോസ് ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ ഞാൻ ഏർപ്പാടാക്കി. നിങ്ങളൊക്കെ പെർഫോം ചെയ്തതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് അവർ പെർഫോം ചെയ്തു. അവർക്കാണ് ശരിക്കും അവാർഡ് കൊടുക്കേണ്ടത്. പക്ഷേ അവരെ നേരിട്ട് സ്റ്റേജിൽ വിളിക്കാൻ പാടില്ല എന്നൊരു ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് ഞാൻ അവരെ വിളിക്കുന്നില്ല, അവാർഡ് കൊടുക്കുന്നില്ല. പക്ഷെ എന്തൊരു പെർഫോമൻസ് ആണ്. അവരൊക്കെ എത്ര കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഐ താങ്ക് യു പ്രൊഫഷണലി ഫോർ അടിച്ച അവസ്ഥയെല്ലാം സെൽഫി
സെൽഫിന്റെ ആളാണ്. സെൽഫി യെസ് കൈലാസും സാനോട്ടോ പഠിച്ച് ആ കൈലാസത്തിന്റെ ഫ്രെയിമില്ലേ പകുതി കട്ട് ചെയ്താൽ ഞാൻ അത് വന്നില്ലേ ഞാൻ അറിയാണ്ട് വന്നത് അത് ഞാനത് നോക്കുകയായിരുന്നു കട്ടായാൽ വീട് കാണാൻ കടപ്പട ഇയാളുടെ വീടാ